നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. 1 രൂപയുടെ സ്ഥിര വരുമാനമില്ലാത്ത ഒരാൾ സന്നിധാനത്ത് വർഷങ്ങളായി നടത്തി വന്നത് ലക്ഷങ്ങളുടെ ഇടപാടുകൾ. പലരുടെയും ബിനാമിയാകുന്നു. അതുവഴി ദേവസ്വം ഭരണക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രിയപ്പെട്ടവരാകുന്നു. ഇടപാടുകളുടെ ഇടനിലക്കാരനാകുന്നു. ഭക്തർ പരിപാവനതയോടെ കാണുന്ന അമൂല്യ വസ്തുക്കളുടെ കൈവശക്കാരനാകുന്നു. യഥേഷ്ടം അവയൊക്കെ സ്വന്തം താല്പര്യത്തിനായി ഉപയോഗിക്കുന്നു. കൊള്ളയും കള്ളത്തരങ്ങളും പുറത്തു വരുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് കൈകഴുകുന്നു കുറെ ഉത്തമ രാഷ്ട്രീയക്കാരും. ശബരിമല കൊള്ളയിലെ അന്വേഷണ വഴി മാറുകയാണ്. ദേവസ്വം ബോർഡിനെതിരെ ഒന്നുമില്ലെന്ന് മേനി പറഞ്ഞ മുഖ്യമന്ത്രിയെയും ദേവസ്വം മന്ത്രിയുടെയും വാദം പൊളിയുകയാണ്. 2ാം കേസിൽ ദേവസ്വം ബോർഡും പ്രതിയാകുന്നു. ഉദ്യോഗസ്ഥ വീഴ്ച എണ്ണി പറയുന്ന വിജിലൻസ് റിപ്പോർട്ടിൽ ബോർഡ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും പ്രേരണയും ശബരിമലയിലെ കൊള്ളയ്ക്ക് കൂട്ടായി എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റവും ഒടുവിൽ ഇഡിയും എത്തുകയാണ് അന്വേഷണത്തിന്. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വഴിത്തിരിവുകൾ അന്വേഷണത്തിൽ സംഭവിക്കുകയാണ്. നേരത്തെ നമുക്ക് മനസ്സിലാകുന്നത് പത്മകുമാർ എന്ന ദേവസ്വം പ്രസിഡന്റ് പ്രതിയാകുന്നു, എൻ വാസു എന്ന ദേവസ്വം കമ്മീഷണർ പ്രതിയാകുന്നു, ദേവസ്വം ബോർഡ് പ്രതിയാകുന്ന കേസ്. ഇപ്പോൾ പ്രശാന്ത് എന്ന് പറഞ്ഞ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാനൊന്നും അറിഞ്ഞില്ലേ, എന്തു കുറ്റം ചെയ്താലും താൻ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്, എല്ലാവരും അന്വേഷിക്കട്ടെ എന്ന് പറയുന്ന അദ്ദേഹം ശബരിമലയിൽ ദേവസ്വം ബോർഡിൽ നിരവധി അവതാരങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കി പറയുകയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നതിൽ വലിയ രസമുണ്ട് കേട്ടോ. അതിലൊന്ന് 2024 വരെയാണ് ഈ അവതാരങ്ങളെന്നും അതിനുശേഷം തൻ്റെ ഭരണത്തിന് ശേഷം ഈ അവതാരങ്ങളെയൊക്കെ മാറ്റിയെന്നുമാണ്. അതും കാത്തിരുന്ന് കാണണം അന്വേഷണം അവസാനിക്കുന്ന നാൾ വരെ. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. PS പ്രശാന്ത് എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചത് 2024 ശേഷം എല്ലാം നീറ്റാണ്. തൻ്റെ കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അവിടെ വന്നിരുന്നു, സാധനങ്ങൾ കൊണ്ടുപോയെങ്കിൽ പോലും അത് വളരെ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എന്നാണ്. സ്വർണ്ണപ്പാളികൾ കൈമാറരുത് എന്നായിരുന്നു എൻ്റെ നിർദ്ദേശം. പക്ഷേ വാറണ്ടിയുമൊക്കെയായി ബന്ധപ്പെട്ടാണ് അത്തരമൊരു കൈമാറ്റം വേണ്ടി വന്നത്. അതിൻ്റെ രേഖകൾ പരിശോധിക്കാം എന്ന് പറയുന്ന ആ വാക്കുകളിലേക്ക് ആദ്യം. ഇതുമായി ബന്ധപ്പെട്ട് 2024 ശേഷം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എല്ലാ തീരുമാനവും എടുത്തിട്ടുള്ളത് ബോർഡാണ്. കൊടുത്തുവിടണമോ കൊടുത്തുവിടേണ്ടതിന്റെ ഏതൊക്കെ രീതിയിലായിരിക്കണം അതിന്റെ രീതി എന്നുള്ളത് കൃത്യമായ 4 ഉത്തരവുകളാണ് തിരുവാഭരണ കമ്മീഷണർക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതല്ലാതെ സംശയത്തിന്റെ നിഴലിലാണ് എന്നൊരു വാർത്ത കൊടുക്കുമ്പോൾ അതൊരു ശരിയായ നടപടിയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. വിജിലൻസിന്റെ റിപ്പോർട്ടാണ്. ഇതിപ്പോ ഏതെങ്കിലും ഒരു ചാനൽ ഇപ്പൊ മാതൃഭൂമി കൊടുക്കുന്ന ഇത് ഇപ്പോഴത്തെ ബോർഡ് കള്ളൻ എന്ന് പറയുന്നതല്ല, അല്ലെങ്കിൽ അല്ല, ഞാൻ പറഞ്ഞ പറയുന്ന കാര്യം ആ വിഷയം തീർന്നല്ലോ. ആ വിഷയത്തെ സംബന്ധിച്ച് ആ വിഷയം പറഞ്ഞല്ലോ, ഞാൻ ക്ലിയർ ചെയ്തല്ലോ. ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സത്യസന്ധമായും സുതാര്യമായും തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ കൃത്യമായ നിലപാട് പറഞ്ഞു. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ബോർഡിന്റെ 4 ഉത്തരവുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ചു. ഏത് കാര്യം പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ബോർഡ്, എന്തെങ്കിലും ക്രെഡിറ്റ് വന്നാൽ അത് ഉദ്യോഗസ്ഥൻ, അങ്ങനെ പറയുന്നത്. അതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ബോർഡ്, എന്തെങ്കിലും ക്രെഡിറ്റ് വന്നാൽ ഉദ്യോഗസ്ഥൻ. ഞങ്ങളെ എന്തിനിങ്ങനെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുകയാണ്. അതേസമയം ഈ 2ാം കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ 8ാം പ്രതിയാണ് 2019 ദേവസ്വം ബോർഡ്. അതിന്റെ പ്രസിഡന്റ് നമുക്കറിയാം, പത്മകുമാറാണ്. പ്രമുഖനായ CPM നേതാവ്, പത്തനംതിട്ടയിൽ പാർട്ടിയെ ഒരു കാലത്ത് നിയന്ത്രിച്ചിരുന്ന ഒരാൾ, ശക്തനായിരുന്ന ഒരാൾ എന്നാണ് അദ്ദേഹമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത് നിയമവിരുദ്ധമോ ആചാരവിരുദ്ധമായ ഒന്നും തൻ്റെ കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. കേസിൽ അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായി നേരിടും എന്ന് വ്യക്തമാക്കുകയാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, തന്നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു, തന്നിൽ മാത്രം കുറ്റം ചുമത്താനുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇന്ന് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതെന്താ അതിന്റെ FIRൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും. ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റും ഉണ്ടായിട്ടില്ല. എന്തായാലും യഥാർത്ഥ കാരണങ്ങൾ മറ്റെന്തോ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീജിത്ത് പണിക്കർ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ M ജയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ, ശ്രീ സക്രിയ ജോർജ് മുൻ SP, ശ്രീ വസന്ത് തെങ്ങുംപള്ളി കോൺഗ്രസ് നേതാവ് എന്നിവരാണ്. അതിനു മുൻപ് എനിക്ക് മുൻ തിരുവിതാംഭരണം കമ്മീഷണർ 2022 കാലയളവിലെ തിരുവാഭരണം കമ്മീഷണറായിരുന്ന
ശ്രീ ജി ബൈജു, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രചരണങ്ങൾ നടന്നിരുന്നു. ശ്രീ ബൈജുവിൻ്റെ പേരൊക്കെ വന്നിരുന്നതാണ്. അതിൽ ഒരു തെറ്റിദ്ധാരണ പൊതുവെ ആളുകൾക്കിടയിൽ പടർന്നത് 2019 തിരുവാഭരണം കമ്മീഷണറുമായി ബന്ധപ്പെട്ടാണ്. അത് KS ബൈജു ആണ്. അദ്ദേഹം മറ്റൊരു വ്യക്തിയാണ്. ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ജി ബൈജു. അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളിലൊക്കെ ഇക്കാര്യത്തിലൊരു വിശദീകരണമൊക്കെ നൽകിയിരുന്നു. ശ്രീ ബൈജു, സ്വാഗതം. ഇന്നിപ്പോൾ 2019 ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിരിക്കുകയാണ്. അസാധാരണമായ സാഹചര്യമാണ്. നേരത്തെ നമുക്കറിയാം മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെ പ്രതികൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടൊരു ആരോപണം ഇല്ല എന്ന് പറഞ്ഞിടത്താണ് വളരെ കൃത്യമായി തന്നെ ചില കണ്ടെത്തലുകൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പറയുന്നത് 2024 ശേഷം കാര്യങ്ങളെല്ലാം ശുദ്ധമാണ്, അതിന് മുൻപാണ് അവതാരങ്ങൾ എന്നാണ്. താങ്കൾ അവിടെ ഈ പറഞ്ഞ പോലെ കമ്മീഷണർ ജോലി ചെയ്ത സമയത്ത് ഈ അവതാരങ്ങളെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അവിടെ അന്ന് തിരുവാഭരണം കമ്മീഷൻ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഉള്ള സമയത്ത് അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വർണവും അതായത് മറ്റ് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളുടെ പണികളൊന്നും തന്നെ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട ഒരു വർഷക്കാരൻ നടന്നിട്ടേ ഇല്ല. തിരുവാഭരണ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനത്തിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രധാനമായും 2 വർക്കാണ്. അത് പ്രധാനമായും ഇപ്പൊ ഹൈക്കോടതിയുടെ കൃത്യമായ ഒരു സൂപ്പർവിഷൻ, ഹൈക്കോടതിയുടെ ഒരു പിന്നെ ഒബ്സർവറേയും കൂടെ വെച്ചിട്ട് അന്ന് ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തിയ ശബരിമല ശ്രീകോവിലിന്റെ ചോർച്ചയടിക്ക് നടക്കുന്ന ഒരു പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ആഴ്ചകളോടും അവിടെ ഫുൾ ടൈം വീഡിയോ റെക്കോർഡായിട്ട് നടത്തിയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് അവർ സ്പോൺസർമാരൊന്നും അന്നില്ലായിരുന്നു. അതെല്ലാം ദേവസ്വം ബോർഡ് നേരിട്ടായിരുന്നു അത്തരം കാര്യങ്ങൾ തന്ത്രി പറഞ്ഞനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്തു പോയി. അതാണ് നമ്മൾ അന്ന് ചെയ്തത്. എന്നിട്ട് എന്റെ കാലഘട്ടങ്ങളിൽ തിരുവാഭരണം കമ്മീഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത്തരം സ്പോൺസർമാരെ വെച്ചുകൊണ്ടുള്ള വർക്കുകളൊന്നും നടന്നിട്ടില്ല. പിന്നെ പല ക്ഷേത്രങ്ങളിലും കടുത്തുരുത്തി തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെ അവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതി കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വളരെ കൃത്യമായിട്ട് അവിടെ പിന്നെ കുടിമരത്തിന്റെ പണികളുമൊക്കെ നിർവഹിച്ചു. അന്നിന് ദേവസ്വം ബോർഡിന്റെ മുഴുവൻ സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു. അത് ഹൈക്കോടതി കൃത്യമായി അത് ഇത് കഴിഞ്ഞതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒരു വ്യവസ്ഥാപിത മാർഗത്തിൽ കൂടെ മാത്രമേ എന്റെ ആ കാലഘട്ടത്തിൽ ഇത്തരം ജോലികളൊക്കെ നടന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് മനസ്സിലാകാത്തത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പറയുന്നത് ക്രെഡിറ്റ് മുഴുവൻ ഉദ്യോഗസ്ഥർക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ, എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ ഞങ്ങൾക്ക് മേലെന്തിന് കുതിര കയറുന്നു എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ അറിയാതെ ഉദ്യോഗസ്ഥർ മാത്രം മുൻകൈയെടുത്ത് ഇടനിലക്കാരായാണ് ഇത്തരം പരിപാടികൾ അല്ലെങ്കിൽ അവതാരങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതിനകത്ത് 2-3 കാര്യമുണ്ട്. നമ്മള് ഇപ്പൊ സ്വാഭാവികമായിട്ടും കാടടച്ചിനകത്ത് വെടിവെക്കരുത്. കാരണം വിജയം മല്യ 30 കിലോയ്ക്ക് കൂടുതൽ സ്വർണവും 1900 കിലോ ചെമ്പ് ഉപയോഗിച്ച് അദ്ദേഹം ഒരു വഴിപാടായിട്ടാണ് ഈ ക്ഷേത്രം മൊത്തം പിന്നെ 98-99 കാലഘട്ടങ്ങളിൽ സ്വർണം കുഴിച്ചത്. അങ്ങനെ വിജയമല്യയെ പോലെ അതിനുശേഷം 18-ാം പടി പഞ്ചലോഹം പൊതിഞ്ഞത്, പിന്നെ അതൊരു ഉപദേവാലയങ്ങളുടെ അവിടെ പിത്തള പൂശല് അവിടെ പൂശിക്കൊണ്ടുവന്ന് സ്വർണം പൂശിക്കൊണ്ടുവന്ന് കുമരൻ ടെക്സ്റ്റൈൽസ് ഇവിടെ തമിഴ്നാട്ടിലെ അവർ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ്. അങ്ങനെ ഇതേപോലെ നമ്മൾ അവിടുത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ ചെയ്ത ഒരു പ്രത്യേകിച്ച് ഈ ഒരു ശബരിമല സീസൺ കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം കൊണ്ട് കിട്ടുന്ന ചെലവ് 34 കോടി രൂപ കിട്ടി കഴിയുമ്പോൾ അതിന് ചെലവ് കഴിയുമ്പോഴത്തേക്ക് 200 കോടി രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം കൊണ്ട് കിട്ടുന്നത്. അന്നേരം തിരുവിതാംകൂർ ദേവസ്വം കൊണ്ട് ആ പണം ലഭ്യമാകുമ്പോൾ സ്വാഭാവികമായും ദേവസ്വം കൊണ്ട് കീഴിൽ 1252 ക്ഷേത്രങ്ങൾ നമുക്കുണ്ട്. അത് സ്വയം പര്യാപ്തമായ ക്ഷേത്രങ്ങൾ ഏതാണ്ട് 58 മാത്രമാണ്. അന്നേരം കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്കും വരുന്ന ഭക്തന്മാർക്കും കൂടുതൽ സൗകര്യം ഏർപ്പെടുത്താനും സ്വാഭാവികമായും സ്പോൺസർമാർ രംഗത്ത് വന്നാൽ അതിനെ എന്റർടൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം മുൻകാലങ്ങളിലും ഇപ്പോഴും ഒക്കെ ബോർഡ് സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ അതിനകത്ത് ചില ജാഗ്രത കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ പിന്നെ പാഠമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഉണ്ണികൃഷ്ണൻ പൂറ്റി വരുന്നു, മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്ന വാർത്തകളൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പൂറ്റി എന്താണ്, ഏതാണ്, അദ്ദേഹത്തിന്റെ തൊഴിൽ എന്താണ്? അദ്ദേഹം ശബരിമലയിലെ ഞാൻ മനസ്സിലാക്കിയ 2007 മറ്റോ
ഒരു ആലപ്പുഴയിലുള്ള ഒരു ഈശാന്ത് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് അവിടെ വന്നതാണ്. പക്ഷെ അതിനുശേഷം ഉണ്ടെങ്കിൽ സംഭവത്തിൽ നിരന്തരം മാസങ്ങൾ വന്ന് അവിടെ എല്ലാ സ്ഥലങ്ങളിലുള്ളവരുമായി അവിടെ വരുന്ന തീർത്ഥാടകരുടെ കാര്യത്തിലുമൊക്കെ ഒരു വലിയ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതുണ്ട്. പക്ഷേ ഈ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന ഈ സ്പോൺസർമാര് ഇപ്പോ പലപ്പോഴും അദ്ദേഹത്തിന്റെ പേരിൽ നടന്ന വർക്കിന് സമാഹരണം എന്നുള്ള തരത്തിലാണ് ചാനലുകളും ഒക്കെ വിജിലൻസിന്റെയൊക്കെ കണ്ടെത്തലുകളെ പറ്റി പറയുന്നത്. അതുകൊണ്ട് നമ്മള് ഇതിനകത്ത് കാണിക്കേണ്ട ജാഗ്രത, ഇത്തരം ആൾക്കാരെയൊക്കെ കണ്ടെത്തുമ്പോൾ ഇത്തരം ആൾക്കാരെയൊക്കെ പിന്നെ ശബരിമലയിലെ അല്ല നാട്ടുമ്പുറത്തെ ക്ഷേത്രങ്ങളിലെ അതിന് വികസന പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അവർക്കൊക്കെ ഇത് ചെയ്യുവാൻ ശേഷിയുള്ളവരാണോ, അവരുടെയൊക്കെ ഒരു പൂർവാശ്രമം ഒക്കെ ഒന്ന് അന്വേഷിച്ചിരുന്ന ഇനിയെങ്കിലും അതിനൊരു കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ടാക്കിയാൽ തീർച്ചയായും ഇക്കാര്യത്തിൽ വ്യവസ്ഥയുണ്ടാകും എന്നാണ് ഞാൻ. തീർച്ചയായും നന്ദി ശ്രീ ബൈജു. ഏതായാലും ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അടിച്ചു മാറ്റാവുന്നതൊക്കെ അടിച്ചു മാറ്റി ഈ പോറ്റി എങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നും സ്വർണ്ണമൊക്കെ എവിടെയാണ്, ഇടനിലക്കാരനായി നിന്ന് തട്ടിയ പണമൊക്കെ എങ്ങനെയാണെന്നൊക്കെ കാത്തിരുന്ന് കാണണം. ശ്രീ ജയചന്ദ്രൻ, നമുക്കിപ്പോൾ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ്, 2-3 ശ്രീ വാസുവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നല്ലോ. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ഇവർക്ക് ഉള്ളത്. കാരണം 2024 ശേഷം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്ന് PS പ്രശാന്ത് എന്ന പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നു. അതിന് മുൻപ് ഉള്ള അവതാരങ്ങൾ ഇങ്ങനെ കയറി ഭരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിനെ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തുടർച്ചയായി ദേവസ്വം ബോർഡിനെ ന്യായീകരിക്കുമ്പോഴും പ്രസിഡന്റുമാർക്കിടയിൽ പോലും പല ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും പരസ്പരം പോരുമൊക്കെ ഉണ്ട്. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ദേവസ്വം ബോർഡിനെ പോലൊരു ഭരണസ്ഥാപനത്തെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നവരാണ് ഇങ്ങനെ കൊണ്ടു നടന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും അതെ. ശബരിമലയെ പോലെയുള്ള ആഗോള പ്രശസ്തമായ ഒരു ആരാധനാലയത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഈ വിവാദങ്ങൾ നമുക്ക് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന സംഗതിയാണ്. അസ്വസ്ഥതയല്ല, ശരിക്കും വേദന ഉണ്ടാക്കുന്നതാണ് രഞ്ജിത്തെ. ഒരു സംശയമില്ലാതെ തന്നെ അത് തുറന്നു പറയുന്ന എനിക്ക് മടിയൊന്നും. ഇതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് ആണോ, മുൻ പ്രസിഡന്റ് ശ്രീ N വാസു ആണോ, അതിനു മുൻപുണ്ടായിരുന്ന A പത്മകുമാർ ആണോ, ഇത് ആരാരൊക്കെയാണ് താങ്കൾ മിടുക്കന്മാരാണെന്നോ തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ ന്യായീകരിക്കാനൊന്നും ശ്രമിക്കേണ്ടതില്ല. അതിനൊക്കെ ആയിട്ടാണല്ലോ ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുകയും 6 ആഴ്ചക്കകം റിപ്പോർട്ട് തരണം, അത് 2 ആഴ്ച വീതം ഇടവിട്ട് സീൽഡ് കവർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവ് കൊടുക്കേണ്ടതില്ല എന്നുമൊക്കെ വളരെ വിശദമായി തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ഇനി മുമ്പോട്ട് നീങ്ങുക. അതുകൊണ്ട് തന്നെ തന്റെ ദേവസ്വം ബോർഡ് നിരപരാധിയാണെന്നും മുൻ ദേവസ്വം ബോർഡുകൾ അപരാധിയാണെങ്കിൽ അവരെ അന്വേഷിക്കട്ടെ, ശിക്ഷിക്കട്ടെ എന്നൊന്നും ആരുടെയെങ്കിലും അവകാശവാദങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ PS പ്രശാന്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ N വാസുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ പത്മകുമാറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല ഇത് പറയുന്നത് കേട്ടോ. ഇത് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി നിൽക്കുന്ന എന്താണ് ഇപ്പോൾ, അത് 25 പേജുള്ള ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് തന്നെയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് വായിച്ചാൽ അമ്പരന്ന് പോവുകയല്ല എന്താണ് ചെയ്യുക. കാരണം പമ്പ സംഗമത്തിന് 3 ദിവസം മുമ്പ് കഴിഞ്ഞ മാസം 17-ാം തീയതി ആണല്ലോ ഇയാൾ ഈ പോറ്റി പീഠങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു വിവാദവുമായി മാധ്യമങ്ങളുടെ മുമ്പാകെ വരുന്നത്. അപ്പൊ എവിടെയാണ് ആ പീഠങ്ങളുടെ എന്താണ് അവസ്ഥ, എവിടെയാണ് പോയിരുന്നത്, എവിടേക്കൊക്കെയാണ് സഞ്ചരിച്ചിരുന്നത് എന്നതെല്ലാം ഈ 10 മുതൽ 2-3 പേജുകളിലായി ഈ 25 പേജുകളുടെ റിപ്പോർട്ടിൽ വളരെ സുവ്യക്തമായി വിശദീകരിച്ചിരിക്കുകയാണല്ലോ രഞ്ജിത്തെ. നമ്മളത് ഇവിടെ അത് വായിച്ച് വിലയിരുത്താനും വ്യാഖ്യാനിക്കാനും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇയാള് ശുദ്ധ തട്ടിപ്പാണ് അത് വെച്ച് നടത്തിയത് എന്നുള്ളത് അതാ ഓരോ പേജും അതിന്റെ ഓരോ വാചകവുമല്ല ഓരോ അക്ഷരവും നമ്മളെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുകയാണല്ലോ ചെയ്യുന്നത്. അത്തരത്തിൽ എന്ന് മാത്രമല്ല ദേവസ്വം വിജിലൻസ് പറയുകയാണ് ഇത് വെച്ചിട്ട് ഇയാൾ ഈ പോറ്റി പലയിടത്തും വെച്ച് അത് അയാൾ പൈസ ആക്കിയിട്ടുണ്ട്. ജയറാമിനെ പോലെ പ്രശസ്തരായ സെലിബ്രിറ്റീസിനെ അവർ അതിനകത്ത് ഉപയോഗപ്പെടുത്തി പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ. അവരാരും കുറ്റക്കാരായിട്ട് ഈ വിജിലൻസ് റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ, അത് പ്രത്യേകം പ്രസ്താവ്യമാണ് ജയറാമോ മറ്റേതെങ്കിലും സെലിബ്രിറ്റികളോ. പക്ഷെ ഇയാൾ
ബോധപൂർവ്വം അത് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് അതിന് അനുചരന്മാരും ഉണ്ടായിരുന്നു. എന്നിട്ട് ഒടുവിൽ അത് എവിടെ നിന്നാണ് കണ്ടെടുത്തത്, പിന്നെ അതടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്ന ആ റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ മുമ്പിൽ പ്രധാനമായിട്ടും മുഴച്ചു നിൽക്കുന്ന ഇതാണ്: എന്തിനാണ് ഇയാൾ 3 ദിവസം മുമ്പ്, ഈ അയ്യപ്പ സംഗമം നടക്കുന്നതിന് 3 ദിവസം മുമ്പ് ഇത്തരത്തിലുള്ള ദുരാരോപണവുമായി പൊതുജനമധ്യത്തിൽ വന്നത്? അതാണ് ഇനി വെളിവാക്കപ്പെടേണ്ടത്. അതിനകത്ത് അനുമാനങ്ങൾക്കും ഊഹാഭാവങ്ങൾക്കും ഒരുപാട് സാധ്യതകളുണ്ടെങ്കിലും ഈ ഹൈക്കോടതി ഉത്തരവിൽ തന്നെ പറയുന്നുണ്ടല്ലോ വ്യക്തമായിട്ടും, അത്തരം അനുമാനങ്ങൾക്ക് ഊഹാഭാവങ്ങൾക്കും പിന്നെ ആരും തയ്യാറാകരുതെന്നും മാധ്യമങ്ങൾ അനാവശ്യമായ വിവാദം കൊഴുപ്പിക്കരുത് എന്നുള്ളത് അടക്കം വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒരു വ്യാഖ്യാനങ്ങളിലേക്കും പോകും. അത് മാത്രം, ആ 25 പേജ് മാത്രം വായിച്ച ഒരാൾ എന്നുള്ള നിലയിൽ പറയുകയാണ് രഞ്ജിത്ത്. ഇത് അത്യന്തം അപകടകരമായ ഒരു നിലയാണ് ശബരിമല ക്ഷേത്രത്തിനെ സംബന്ധിച്ച് നമ്മളിവിടെ കാണുന്നത്. തീർച്ചയായും ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ താങ്കളുടെ ശബ്ദത്തിനുണ്ട്, താങ്കളിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ സാർ തന്നെ പറയുന്നത് അപകടകരമായ നിലയാണ്. ആരാണ് ദേവസ്വം ബോർഡിനെ ഈ അപകടകരമായ നിലയിൽ എത്തിച്ചത് എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഒരു പ്രശ്നം. എല്ലാവരും കൈ കഴുകുകയാണ്. ഇവിടെ പത്മകുമാർ പറയുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല, എൻ്റെ കാലത്ത് നടന്നിട്ടില്ല, എല്ലാം ദൈവഹിതത്തിനനുസരിച്ചാണ് ഞാൻ ചെയ്തത്. 2024 ശേഷം എല്ലാം ശുദ്ധമാണെന്ന് പറയുന്നു PS പ്രശാന്ത് എന്ന പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അല്ലെങ്കിൽ ദേവസ്ഥന് യാതൊരു പങ്കുമില്ല എന്ന് മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇതിനെല്ലാം വഴിത്തിരിവാകുന്നത് ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ടാണ്, അവരുടെ കണ്ടെത്തലുകളാണ്. അവർ കൃത്യമായി ചോദ്യം ചെയ്ത് ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയ വിവരങ്ങൾ അനുസരിച്ച് ഈ 25 പേജിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ശ്രീ രഞ്ജിത്ത്, ഇത് ഒരു ക്ലാസിക് തട്ടിപ്പ് എങ്ങനെയാണ് പുൾ ഓഫ് ചെയ്യുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്ന് വിജിലൻസ് ഈ റിപ്പോർട്ട് വഴി നമ്മളെ തുറന്ന് കാണിക്കുന്നത്. അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ, പല തസ്തികകളിലുള്ള പല സീനിയോറിറ്റി ലെവലിലുള്ള പല ആൾക്കാരുടെയും ഇടപെടലുകൾ ഏതൊക്കെ തരത്തിലായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് സ്വർണ്ണപ്പാളി ചെമ്പായി മാറുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ദേവസ്വത്തിൻ്റെ ഉത്തരവിൽ പറയുന്നത് ഈ സ്വർണ്ണപ്പണി പോറ്റിയെ ഏൽപ്പിക്കുക എന്ന് മാത്രമാണ്. പക്ഷേ ഈ പാളികൾ ഇളക്കി പോറ്റിക്ക് കൈമാറുക എന്ന് സെക്രട്ടറി പേപ്പറിലേക്ക് എഴുതി ചേർത്ത് ഒരു ഉത്തരവുണ്ടാക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മഹസറും മറ്റും തയ്യാറാക്കുന്ന സ്ഥലത്ത് ആ സ്ഥലത്തെങ്ങും ഇല്ലാത്ത ആൾക്കാരെ സാക്ഷികളായിട്ട് പേരിൽ എഴുതി ചേർക്കുന്നു. സാക്ഷികളെന്ന് പേരുള്ള ചില ആൾക്കാരുടെ ഒപ്പ് അവിടെ ഇല്ലാതെയാകുന്നു. ഇതിൻ്റെ സ്വീകർത്താവായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എങ്കിലും അത് വാങ്ങി ഒപ്പിട്ടിരിക്കുന്നത് 2 ദിവസങ്ങളിലായിട്ട് അയാളുടെ 2 സുഹൃത്തുക്കളാണ്, അല്ലാതെ പോറ്റി ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല. ഇനി കൊടുത്തുവിട്ട സാധനം എതിലേ പോയെന്നോ എന്തുകൊണ്ടാണത് 39 ദിവസം വൈകി മാത്രം ചെന്നൈയിൽ എത്തിയതെന്നോ ചോദിക്കാനായിട്ട് തിരുവാഭരണം കമ്മീഷണർ അടക്കം ആരും ഉണ്ടായില്ല. പിന്നെ നമുക്കറിയാം, ചെന്നൈയിൽ ചെന്ന് ഇതിൻ്റെ ഭാരം അളക്കുന്ന സമയത്ത് ഈ കമ്മീഷണർമാരും എല്ലാം വരുമ്പോൾ ശബരിമലയിൽ വെച്ച് അളന്നു തൂക്കിയതിനേക്കാൾ 4.5 കിലോ ഭാരം കുറവാണ് എന്ന് കണ്ടിട്ടും അതിലൊരു തരത്തിലുള്ള തീരുമാനവും എടുക്കുന്നില്ല, ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുന്നില്ല. പണി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് തൂക്കാനായിട്ട് വരുന്നു. അപ്പോൾ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വത്തിൻ്റെ ആൾക്കാരും സ്മിത്തും ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. എന്നിട്ടും അതിൻ്റെ കസ്റ്റഡി പോറ്റിക്ക് തന്നെ കൊടുത്ത് പോറ്റിയുടെ സൗകര്യത്തിന് തിരിച്ച് സന്നിധാനത്ത് എത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കുന്നു. അയാൾ നാടൊട്ടുക്ക് പ്രദർശനം നടത്തുന്നു, ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുന്നു. പക്ഷെ അത് വൈകിട്ട് ഈ സന്നിധാനത്ത് എത്തുന്ന സമയവും അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകുന്നില്ല. എന്നിട്ട് തിരികെ സന്നിധാനത്തെത്തി ഇതിനെ വീണ്ടും അവിടെ ഘടിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഭാരം അളന്ന് നോക്കുന്നില്ല, അത് മഹസറിൽ എഴുതുന്നില്ല. പിന്നീട് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്വർണത്തിൻ്റെ താങ്ങുപീഠം, ഈ സ്വർണം പൂശിയിരിക്കുന്ന താങ്ങുപീഠം സന്നിധാനത്ത് കൊണ്ടുവന്ന കാര്യത്തിനെക്കുറിച്ചോ പഴയത് ഇളക്കി പുതിയത് വെച്ച് നോക്കിയതിനെക്കുറിച്ചോ അത് പാകമല്ലെന്ന് കണ്ടതിന് ശേഷം അതിനെ ഇളക്കിയിട്ട് ഈ കൊണ്ടുവന്ന പോറ്റിക്ക് തന്നെ അത് കൊടുത്തുവിട്ടതിനെക്കുറിച്ചോ അവിടുത്തെ രേഖകളിലില്ല. എന്ന് വെച്ചാൽ എന്തിനാണോ മഹസർ, രജിസ്റ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളത്, അതിൽ എന്തൊക്കെയാണോ ആരൊക്കെയാണോ രേഖപ്പെടുത്തേണ്ടത്, ഈ കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഉദ്യോഗസ്ഥനല്ല ഇത് ചെയ്യുന്നത്, പല സീനിയോറിറ്റിയിലുള്ള പല തസ്തികകളിലുള്ള പല ഉദ്യോഗസ്ഥരാണ്. എന്ന് വെച്ചാൽ ഈ സ്വർണ്ണക്കടത്ത് അവിടെ തടയുന്നതിന് വേണ്ടി ഗേറ്റ് കീപ്പർമാരായിട്ട്, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ദ്വാരപാലകരായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന ദേവസ്വത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ തട്ടിപ്പിനെല്ലാം തന്നെ കുടപിടിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ ചോദിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവിടെ ഒരാളുമല്ലാത്ത, ഒരു പ്രത്യേകിച്ചൊരു സ്റ്റാൻഡിങ്ങും ഇല്ലാത്ത ഒരു വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ടി 2019 6 വർഷം കഴിഞ്ഞ് ദേവസ്വം മന്ത്രി മാറി, ദേവസ്വം അധ്യക്ഷൻ മാറി, ദേവസ്വം ബോർഡ് മെമ്പർമാർ മാറി, അവിടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷ ഉദ്യോഗസ്ഥന്മാരും മാറി. എന്നിട്ടും 6 വർഷം കഴിഞ്ഞ് ഇതേ പോറ്റിക്ക് തന്നെ ഈ ഉരുപ്പടിയെല്ലാം വീണ്ടും ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തീരുമാനിച്ചെങ്കിൽ അത് കാണിക്കുന്നത് ഇത് വളരെ കൂട്ടായിട്ടുള്ള ഒരു ക്ലാസിക് കേസ് ഓഫ് തട്ടിപ്പാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ്
ഇത് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഇത് നടക്കുമോ എന്നുള്ള ഒരു ആശ്ചര്യം ഈ വിജിലൻസ് പ്രകടിപ്പിക്കുന്നത്. വിജിലൻസ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ്: നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്ത വിവരം ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയുന്നില്ല. ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താല്പര്യപ്രകാരമാണ് ഇപ്രകാരം ചെയ്തതെന്നും കരുതാൻ കഴിയില്ല. ഇതിന് 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്. ദ്വാരപാലക ശില്പപാളികൾ നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനിടയായത് 2019 ബോർഡിന്റെ വീഴ്ചയാണ്, തുടർ നടപടി വേണ്ടതാണ്. ഇത്രയും വളരെ ഡയറക്റ്റ് ആയിട്ട് ദേവസ്വത്തിന്റെ വിജിലൻസ് എഴുതിയിട്ടും 10-ാം തീയതി കോടതി ഇതിന് സമാനമായിട്ടുള്ള ഒബ്സർവേഷൻ ഒരു വിധിന്യായത്തിൽ എഴുതിയിട്ടും പിന്നെയും എങ്ങനെയാണ് ശ്രീ എ പത്മകുമാറിനും ദേവസ്വം മന്ത്രിമാർക്കും ഒക്കെ തന്നെ യാതൊരു വിധത്തിലുള്ള ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിലെത്തി ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറയാൻ കഴിയുന്നത്? ഞാൻ പറഞ്ഞത് ഇതിനെല്ലാം തടയുന്നതിനുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് ആണ് ഈ ഉദ്യോഗസ്ഥർ. എന്താണ് തിരുവാഭരണം കമ്മീഷണറുടെ ജോലി? എന്താണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ജോലി? അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ജോലി എന്താണ്? സെക്രട്ടറിയുടെ ജോലി എന്താണ്? ബോർഡിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഒരു സ്മിത്ത് ചെയ്യേണ്ടത് എന്താണ്? ഈ കാര്യങ്ങളൊന്നും തന്നെ അവർ കൃത്യമായി ചെയ്യാതെ എല്ലാവരും, ഒരാൾ പോലും ഇതിനെതിരെ നിന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും ഈ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി സഹകരിച്ചു പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ കേവലം ഉദ്യോഗസ്ഥർ മാത്രം സ്വന്തം താല്പര്യപ്രകാരം വിചാരിച്ചാൽ അത് നടക്കുമോ? നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള ആൾക്കാരെ ഒരേപോലെ സ്വാധീനിക്കുന്നതിനുള്ള എന്തോ ഒരു മാജിക് യന്ത്രം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ കരുതണം. 2019 അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്നുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും വേറെയാണ്, ഇന്നുള്ള ആൾക്കാരും വേറെയാണ്. എന്നിട്ടും ഇതേ പോറ്റിക്ക് തന്നെ ഈ ഉരുപ്പടിയെല്ലാം കൊടുത്തുവിടാനല്ലേ പ്രശാന്തിന്റെ കാലത്തും തീരുമാനിച്ചത്? അപ്പൊ പത്മകുമാറിന്റെ കാലത്ത് എല്ലാം സംശുദ്ധമായി എന്ന് പറയുകയും അല്ലെങ്കിൽ പത്മകുമാറിന് ശേഷം ഇതെല്ലാം സംശുദ്ധമാണ് എന്ന് പ്രശാന്ത് പറയുകയും ഒക്കെ ചെയ്താൽ ഇതിൽ ഒരാൾക്കും വിശ്വാസ്യതയില്ല. ഞാൻ പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കിടന്ന് വിരകുന്ന സമയം ഏതാണ്? 2019 ആരൊക്കെയാണ് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷന്മാരായിരുന്നത്? എ പത്മകുമാർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ശേഷം എൻ വാസു ഉണ്ടായിരുന്നു. ഈ സ്വർണം അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്ന് ഏതാണ്ട് 400 ഗ്രാം സ്വർണം മാത്രം ഈ പാളികളിൽ പൂശി ബാക്കി വന്ന ഏതാണ്ട് 60 പവനോളം സ്വർണം ഈ പോറ്റിയുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്താണ് അന്ന് അധ്യക്ഷനായിരുന്ന എൻ വാസുവിന് ഈ പോറ്റി ഇമെയിൽ അയക്കുന്നത്. ആ ഇമെയിലിൽ പോറ്റി പറയുന്നത് എന്താണ്? ഈ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണം ബാക്കിയുണ്ടെന്നാണ്. കുറച്ച് സ്വർണം എന്ന് പറയുന്നത് 1 ഗ്രാം സ്വർണമാണോ 10 ഗ്രാം സ്വർണമാണോ 10 പവൻ സ്വർണമാണോ എന്ന് പോലും പറയുന്നില്ല. എത്രയാണ് അതിന്റെ അളവ് എന്ന് തിരിച്ച് ചോദിക്കുന്ന പോലുമില്ല. എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്, ഞാനതൊരു കല്യാണം നടത്തിയേക്കട്ടെ എന്നങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടറി മുതലുള്ള ആൾക്കാരെ ചുമതലപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡിന്റെ സ്വത്തായതുകൊണ്ടല്ല അയാൾ കത്തയച്ച് ചോദിക്കുന്നത്. അത് ദേവസ്വം ബോർഡിന്റെ സ്വത്തല്ല, ഈ പോറ്റിയുടെ സ്വന്തം സ്വത്താണെന്നാണ് ഇപ്പോൾ എൻ വാസു പറയുന്നത്. അപ്പോൾ പോറ്റിയുടെ സ്വന്തം സ്വത്താണെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ദേവസ്വം ബോർഡ് അധ്യക്ഷനോടാണോ ചോദിക്കുന്നത്? ഉടനെ അതിൽ എങ്ങനെ തീരുമാനം എടുക്കണമെന്ന് ദേവസ്വം സെക്രട്ടറിയാണോ തീരുമാനിക്കാനായിട്ട് ചുമതലപ്പെടുത്തുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നെ ഇപ്പോ പ്രശാന്ത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഇതേ ആളിന് തന്നെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ പരിപാടി ഏൽപ്പിച്ചത് എങ്കിൽ അതിനർത്ഥം ഇവരെല്ലാവരും തന്നെ ഒരേ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ വി എൻ വാസവൻ ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആയിക്കോട്ടെ പറഞ്ഞിരുന്നത് എന്താ? ആഗോള അയ്യപ്പ സംഗമത്തിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്ന ആളാണോ ഈ പ്രശാന്ത്? കാരണം ഈ ഉരുപ്പടിയെല്ലാം പുതുതായിട്ട് എടുത്തിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശിക്കൊണ്ടുവരാൻ തീരുമാനിച്ചത് പ്രശാന്ത് അല്ലേ? അപ്പോൾ പ്രശാന്താണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ചേർന്ന് ആഗോള അയ്യപ്പ സംഗമത്തിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്? എന്ത് വാദമാണ്! അപ്പൊ ഈ കള്ളന് കഞ്ഞി വെച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഇപ്പോഴും ഈ സംവിധാനത്തിലിരിക്കുകയും ഭക്തരുടെ താല്പര്യങ്ങളെ അവർ പ്രതിനിധാനം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് കള്ളന് കഞ്ഞി വെച്ചവരുടെ മാത്രമായിട്ടുള്ള ഒരു ആഗോള സംഗമം നടത്തുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് വഴി യാഥാർത്ഥ്യമാക്കുന്നത്. ആ ആഗോള സംഗമത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നാണ് അതായത് ഈ പ്രശാന്ത് ഇന്ന് അവതാരങ്ങളെ കുറിച്ച് ഒന്ന് സംസാരിച്ചിരുന്നു. ദേവസ്വം ബോർഡിൽ അവതാരങ്ങൾ ഉണ്ടെന്നും തന്റെ കാലഘട്ടത്തിന് ശേഷം ഈ അവതാരങ്ങളെയൊക്കെ താൻ അകറ്റി നിർത്തിയെന്നുമാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുത്തപ്പോൾ ആദ്യം പറഞ്ഞത് അവതാരങ്ങളെ പൂർണ്ണമായി മാറ്റുമെന്നാണ്. പക്ഷേ ഇപ്പോൾ അയ്യപ്പൻ്റെ അടുത്ത് പോലും ദേവസ്വം ബോർഡിൽ പോലും ഇങ്ങനെ അവതാരങ്ങൾ വിലസുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു ഗതികേടാണ് എന്നതുകൂടി പറയുകയാണ് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകൾ. അതിലേക്ക് ഈ ബോർഡുമായി ബന്ധപ്പെട്ട് എത്രയോ അവതാരങ്ങൾ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് എത്രയോ വർഷങ്ങളായി. പക്ഷെ ഞങ്ങൾക്ക് ഈ ഇത്തരം ചില ചൂഷണങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണല്ലോ ഞങ്ങളുടെ സ്പോൺസർ കോർഡിനേറ്റർമാർക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കോർഡിനേറ്റർമാരില്ല. അതിപ്പോഴൊന്നും അല്ലല്ലോ, അത് നിങ്ങളൊന്നും പറഞ്ഞിട്ടും അല്ലല്ലോ. 8 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പി ആർ ഒ തന്നെ വേറെ ഒരാളും ശബരിമലയിലെ പേരിൽ പല പണപ്പിരിവുകളും പല ചൂഷണവും നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളുടെ പി ആർ ഒയെ തന്നെ
പിന്നെ സ്പോൺസർ കോർഡിനേറ്റർ ആക്കി മാറ്റിയത്? അന്ന് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് സ്വയം ചില ഇൻഫർമേഷൻസ് കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് വന്നാൽ അതെല്ലാം ചില ഉദ്യോഗസ്ഥന്മാർക്ക്, എന്തെങ്കിലും കുഴപ്പം വന്നാൽ അയ്യോ ബോർഡ് സംശയിച്ചിരുന്നില്ല അതെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് ഈ ബോർഡ് വരെയുള്ളത്, നിങ്ങൾ പുതിയ ഒരു ടീം വന്നിരിക്കുകയല്ലേ, ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരമല്ലേ, ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരമല്ലേ, ആ ടീം വരട്ടെന്നേ, അന്വേഷിക്കട്ടെന്നേ, അതിനെന്താ കുഴപ്പം? ഈ ഉദ്യോഗസ്ഥന്റെ മൊഴിയും എടുക്കട്ടെ. ശ്രീ ജയചന്ദ്രൻ, ഇതാണ് കാരണം. തന്റെ കാലത്തിന് മുൻപ് ഈ ദേവസ്വം ബോർഡുകൾ ഭരിച്ചിരുന്ന ആളുകൾ അവരൊക്കെ അവതാരങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നവരാണ്. തനിക്ക് ശേഷം, താൻ വന്നതിന് ശേഷം അവതാരങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്കയിലെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. നമുക്കറിയാം, പത്മകുമാർ എന്ന് പറയുന്നത് CPM-ന്റെ പ്രമുഖനായ നേതാവാണ്, സംസ്ഥാന സമിതി അംഗമായിരുന്നു. അദ്ദേഹം ഭരിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ അവതാരങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്? ഇവരെ കയറി വിലസാൻ ഇവരൊക്കെ സൗകര്യം കൊടുത്തത് എന്തുകൊണ്ടാണ് സാർ? ഇത് പിന്നെ ആരെങ്കിലും സൗകര്യം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ, അതോ ആസൂത്രിതമായ തട്ടിപ്പുകൾ നടത്താനുള്ള അവസരം ഒരുക്കുകയായിരുന്നോ എന്നുള്ളതൊന്നും ഞാൻ മുൻകൂട്ടി പറയുന്നില്ല രഞ്ജിത്തെ. കാരണം അത് അന്വേഷണത്തിന് ഇരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത്, ഹൈക്കോടതിയാണ് മേൽനോട്ടം വഹിക്കുന്നത്. അതിലെ അങ്ങേയറ്റത്തെ ഉത്തരവാദിത്തോട് തന്നെ അതിനെ കാണുന്നവരാണ് നമ്മൾ എല്ലാവരും. അതിൻ്റെ അകത്ത് ഒരു കാര്യം സ്പഷ്ടമാണല്ലോ, ഈ പിന്നെ ഈ നമ്മുടെ ഇവിടുന്ന് ഈ സാധനം കൊണ്ടുപോയപ്പോ സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കുന്ന കാര്യത്തിൽ വരെ വീഴ്ച സംഭവിച്ച കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അത് ഫോണിൽ പിന്നീട് അറിയിച്ചെന്നും അങ്ങനെ ഫോണിൽ അറിയിച്ചാൽ മതിയാകില്ല എന്ന് പറഞ്ഞ് സ്പെഷ്യൽ കമ്മീഷണർ നിർബന്ധം പിടിച്ച് പിന്നീട് അത് രേഖാമൂലം തന്നെ അറിയിക്കുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ള വിവരമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഒരുപാട് ഉണ്ടെന്ന് ഇതിൻ്റെ അകത്ത്. പിന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ 12ഓളം ഉദ്യോഗസ്ഥരെ ഡയറക്റ്റ് ആയിട്ട് പേരെടുത്താണല്ലോ പറയുന്നത് ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അവരോരോരുത്തരും ചെയ്തിട്ടുള്ള ക്രൈം എന്തൊക്കെയാണ്, കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ അക്കമിട്ട് വിവരിക്കുകയാണ്. ഒരാൾ തന്നെ ഇപ്പോ ജയശ്രീ അല്ലെങ്കിൽ മറ്റേ മുരാരി ബാബു പിന്നെ അങ്ങനെ പലരും ചെയ്തിട്ടുള്ള പല വിധത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങളൊക്കെ അവരുടെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത് ചെയ്തു. എന്തുകൊണ്ടാണ് ചെയ്തത്? എല്ലാം ഈ ഒരുത്തിന് വേണ്ടി, ഈ പോറ്റിക്ക് വേണ്ടി, പോറ്റിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പ്രാഥമികമായി വായിക്കുന്ന ഒരു വായനയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അങ്ങനെയാണ്. പക്ഷെ അത് മാത്രമാണ് പ്രാഥമിക വായന ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മൾ വീണ്ടും അത് വായിക്കുമ്പോൾ അത് പോറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഒരു നേട്ടമാണോ എന്ന സംശയം എനിക്കുണ്ട്. തീർച്ചയായും അത് അന്വേഷിക്കണം. ശ്രീ വസന്തൻകുമ്പള്ളി, ഈ 2004 മുതൽ അതായത് ഇടത് സർക്കാരിന്റെ കാലഘട്ടത്തിന് അല്ലെങ്കിൽ അവരുടെ ദേവസ്വം ബോർഡിൽ അധികാരമേറ്റതിന് ശേഷം വിലസുന്ന ഒരാളല്ല അവിടെ പോറ്റി. അതിന്നിപ്പോൾ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാർ പറയുകയും ചെയ്തു. താഴികക്കുടമൊക്കെ കൊണ്ടുപോയത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ്, തൻ്റെ പേര് വലിച്ചിഴക്കുകയാണെന്നൊക്കെയാണ് ആരോപണം. അപ്പോൾ ഈ പോറ്റിയുടെ ഒരു വിലസൽ ഏത് കാലഘട്ടത്തിൽ തുടങ്ങി എന്നതൊക്കെ അന്വേഷണ വിധേയമാകും സ്വാഭാവികമായും. അല്ല, ആവണം. ആയാൽ മാത്രം പോരാ. അമ്പലം വിഴുങ്ങികൾ ഏത് കാലഘട്ടത്തിലുണ്ടെങ്കിലും അവരെല്ലാം നിയമത്തിന്റെ മുമ്പിലേക്ക് വരണമെന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. നോക്കൂ, ഇന്ന് PS പ്രസാദ് പറഞ്ഞ ചില കാര്യങ്ങളിൽ വലിയ വൈരുദ്ധ്യതയുണ്ട്. എന്താണ്? ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ആവശ്യപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ടീമാണല്ലോ വന്നത്. ആരാവശ്യപ്പെട്ടു? സർക്കാരോ? നോക്കൂ, ഇത് സുവോമോട്ടോ കേസാണ്. അത് സ്വമേധയാ കേരളത്തിന്റെ ഹൈക്കോടതി എടുത്ത കേസാണ്. ആ കേസിൽ സർക്കാരിന്റെ വാദം എന്തായിരുന്നു? ആ വാദം നടക്കുമ്പോൾ കോടതിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. സർക്കാരിന്റെ വാദം എന്തായിരുന്നു? സർക്കാരിന്റെ വാദം ഇതാ നോക്കൂ, 2019 മുതലുള്ളത് അന്വേഷിച്ചാൽ പോരാ എന്നതായിരുന്നു ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം ദേവസ്വം വിജിലൻസ് മാത്രം അന്വേഷിച്ചാൽ മതി, ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തിന്റെ ആവശ്യമില്ല, അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ലെവലിലല്ല അന്വേഷണം നിൽക്കുന്നത് എന്നായിരുന്നു സർക്കാരിന്റെ വാദം. അതായത് 98 മുതലുള്ള അന്വേഷണം ആവശ്യമുണ്ട് എന്ന് സർക്കാർ പറയുമ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞു നിലവിൽ ഈ പറയുന്ന ഗോൾഡ് ഇതാണല്ലോ, ക്ലാഡിംഗ് ആണല്ലോ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആയതുമായി ബന്ധപ്പെട്ട് 2019 മുതലാണല്ലോ അന്വേഷണം നടക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം കളിക്കേണ്ട വേദിയല്ല ഇത് എന്ന് വളരെ കൃത്യമായി കേരളത്തിന്റെ ഹൈക്കോടതി സൂചിപ്പിച്ചു. രണ്ടാമത്, ഓർഡറിൽ തന്നെ കേരളത്തിന്റെ ഹൈക്കോടതി എഴുതി വെച്ചു, ഈ പറയപ്പെടുന്ന ദ്വാരപാലകരെ ആർക്കെങ്കിലും വിറ്റ് കാശാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി എന്ന് പറഞ്ഞു. നോക്കൂ ശ്രീ രഞ്ജിത്ത്, അപ്പൊ 10 കിലോ സ്വർണം എന്നിരിക്കട്ടെ, നമുക്ക് അതിന്റെ വാല്യൂ അളക്കാൻ പറ്റും. 10 കിലോ സ്വർണത്തിന് ഇന്നത്തെ പവൻ വില വെച്ച് ഇത്ര രൂപയാണ്, 8 ഗ്രാം ഒരു പവൻ എന്ന് വെച്ചിട്ട് നമ്മൾ 10 കിലോയെ നമ്മൾ ഡിവൈഡ് ചെയ്യും, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ
ഈ ദൈവികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളുടെ വില നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല. നോക്കൂ, ദ്വാരപാലകൻ, അതായത് ശബരിമല പോലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഒന്നാമത്തെ ഒരു ദേവസ്ഥാനമാണ് ശബരിമല. ആ ശബരിമല പോലെയുള്ള ഒരു ദേവസ്ഥാനത്തെ ദ്വാരപാലകനെ ഹിന്ദു വിശ്വാസ പ്രകാരം ഡേറ്റിയായി തന്നെയാണ് കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദ്വാരപാലകൻ, ആ ദ്വാരപാലകൻ ദൈവമാണ്. ദൈവമായ ദ്വാരപാലകനെ ശബരിമല സന്നിധാനത്തിൽ ദ്വാരപാലകനെ അണിയിച്ചിരുന്ന സ്വർണം എന്ന് പറഞ്ഞ് വിറ്റാൽ ഇന്നത്തെ പവൻ സ്വർണ്ണ വിലയുടെ 1000 മടങ്ങ് വരും അതിന്റെ വില. അപ്പൊ അങ്ങനെ അത് വിറ്റിട്ടുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് കേരളത്തിന്റെ ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടോ, അതിന് മുമ്പേ ഇവിടുത്തെ പ്രതിപക്ഷവും ചോദിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. 2, ഈ ദ്വാരപാലകനെ നിങ്ങൾ എല്ലാവരും ഇപ്പൊ രഞ്ജിത്ത് അടക്കമുള്ളവർ പറയുന്നത് എന്താ, ഈ പോറ്റി സ്പോൺസറാണ്. പോറ്റിയുടെ 1 രൂപ ഇതിനകത്ത് മുടക്കിയിട്ടുണ്ടോ? പിന്നെ എങ്ങനെ പോറ്റി സ്പോൺസർ ആവുന്നത്? പോറ്റിയെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്നേ പറയാൻ പറ്റൂ. അത് ദേവസ്വം ബോർഡ് പറയുന്നില്ല. അതായത് അങ്ങനെ ഒരു സ്പോൺസർഷിപ്പിന് കോർഡിനേറ്ററെ കൊടുക്കാനുള്ള നിയമം, സ്പോൺസർഷിപ്പിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ ആളെ ഏൽപ്പിക്കാനുള്ള നിയമം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് സ്പോൺസർ ഇല്ല. പോറ്റി 1 രൂപ മുടക്കിയിട്ടില്ല. പോറ്റി പറഞ്ഞു ഞാൻ കുറച്ചുപേരെ കൊണ്ടുവന്ന് തരാം, അങ്ങനെ ആ കുറച്ചുപേരെ കൊണ്ട് സ്വർണ്ണം പൂശിക്കാം. അപ്പൊ പോറ്റിയുടെ പൈസ 1 രൂപ മുടക്കാത്തപ്പോ പോറ്റി സ്പോൺസർ അല്ല, പോറ്റി സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ആണ്. ഇനി അങ്ങനെ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റ് ചെയ്ത പോറ്റി എന്ത് ചെയ്യുന്നു? അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് N. വാസുവിന് ഒരു ലെറ്റർ അയക്കുന്നു. അതെ ചേട്ടാ, എന്റെ കയ്യിൽ ഇത് ഈ പറയുന്ന ക്ലാഡിങ് സ്വർണം പൂശി കഴിഞ്ഞപ്പോ 400 സംതിങ് മിച്ചം ഗ്രാം സ്വർണം മിച്ചം വന്നിട്ടുണ്ട്. ഞാനത് ഒരു ധർമ്മ കല്യാണം നടത്തിക്കോട്ടെ, നല്ല അർത്ഥത്തിലാണ് കേട്ടോ, ധർമ്മ കല്യാണം നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു പോറ്റി ഒരു ലെറ്റർ എഴുതുകയാണ്. പോറ്റി മിടുക്കനാണ്, പോറ്റിക്ക് അതിന്റെ നിയമവശം അറിയാം, അത് എഴുതിയേ മതിയാവൂ. കാര്യം പോറ്റിയുടെ പൈസ അല്ലത്. അതുകൊണ്ട് തന്നെ പോറ്റി ആ ലെറ്റർ എഴുതുന്നു. ഉടനെ എൻ വാസു എന്താണ് ചെയ്യേണ്ടത് നിയമപരമായി? ഇത് ശബരിമലയിലെ സ്വർണ്ണമാണ്, നീ അത് വെച്ചിട്ട് ധർമ്മ കല്യാണം നടത്തേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ കൊണ്ടുപോടാ എന്ന് പറയണ്ടേ? ഇപ്പൊ ഞാൻ ചോദിക്കണ്ടേ, സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായ, ഞാൻ ആ പദമേ ഉപയോഗിക്കൂ, ആ കോർഡിനേറ്ററായ പോറ്റി രഞ്ജിത്തിനെ കാണുന്നു എന്നിരിക്കട്ടെ. രഞ്ജിത്ത് പറയുന്നു ഞാൻ 1 പവൻ സ്വർണം ശബരിമല സന്നിധാനത്തെ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ, അയ്യപ്പന് വേണ്ടിയാണല്ലോ, ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞാൽ ആ നിമിഷം തൊട്ട് രഞ്ജിത്ത് കൊടുത്ത ആ 1 പവൻ സ്വർണം നിയമപരമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റേതാണ്, പോറ്റിയുടെ അല്ല. പോറ്റിയുടെ കയ്യിൽ ഇരുന്നോട്ടെ. ഞാൻ പറയാണ് ഒരു 10 പവൻ സ്വർണം കൊടുത്തേക്കാം, കൊടുക്കാനില്ല എങ്കിൽ പോലും കൊടുത്തേക്കാന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. ആ 10 പവൻ സ്വർണം ഞാൻ പറഞ്ഞ് അത് പോറ്റിയെ ഏൽപ്പിക്കുമ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വത്താണ്. അപ്പൊ ഈ 430 ഗ്രാം എങ്കിൽ, അല്ലെങ്കിൽ 1 ഗ്രാം 1/2 ഗ്രാം മിച്ചം മില്ലിഗ്രാം ആണെങ്കിൽ പോലും പോറ്റി അത് ചോദിച്ചാൽ മതിയാവും. പക്ഷെ അത് പോറ്റി ചോദിച്ചപ്പോ പോറ്റിക്ക് അവസരം ഉണ്ടാക്കാൻ വേണ്ടി വാസു എന്ത് ചെയ്തു? വാസു പറഞ്ഞു, വാസുവിനാണ് അതിൽ തീരുമാനമെടുക്കാൻ പറ്റുക. വാസു എന്ത് ചെയ്തു? അത് ഉദ്യോഗസ്ഥരുടെ തലയ്ക്ക് വെക്കാൻ വേണ്ടി അടിയിൽ നോട്ട് എഴുതി. ആ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല, അത് നിയമപരമായി തെറ്റാണ്. കാര്യം അദ്ദേഹത്തിന്റെ തന്നെ ജൂറിസ്ഡിക്ഷൻ ഇരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറയണ്ടേ ഇവിടെ കൊണ്ടുപോവാ, നീ അവിടെ തന്നുവിട്ട സാധനം കൊണ്ടുപോയി നാട് മുഴുവൻ കാണിക്ക നടത്തുന്നോ അതോ പ്രദക്ഷിണം വെക്കുന്നോ, ഇവിടെ കൊണ്ടുപോവാ എന്ന് പറയേണ്ടതിന് പകരം വാസു എന്ത് ചെയ്തു? വാസു അതിന്റെ അടിയിൽ കുറിപ്പെഴുതി. ആ കുറിപ്പിനെ ലാക്കാക്കി ഇത് മാക്സിമം ലാഗ് ചെയ്യിപ്പിച്ചു. ഉന്നതന്മാരുടെ കോടീശ്വരന്മാരുടെ വീട്ടിൽ കൊണ്ടുപോയി പൂജയ്ക്ക് ഉപയോഗിച്ചു. അങ്ങനെ പൂജയ്ക്ക് ഉപയോഗിച്ചു പണം സമ്പാദിച്ചു. 1. 2, അത് അയാൾ വിറ്റു, ഏതോ ഒരു കോടീശ്വരനെ വിറ്റു എന്നാണ് ഞങ്ങളുടെ ആരോപണം. അത് ബഹുമാനപ്പെട്ട കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അണ്ടർ ദ സർവൈലൻസ് ഓഫ് ദ ഹോണറബിൾ കേരള ഹൈക്കോർട്ട്, അത് സർക്കാരിന്റെ ആവശ്യമല്ല, സർക്കാരിന്റെ വാദവുമല്ല. അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നേരിട്ട് നിങ്ങൾ ഈ പണിയൊന്നും ചെയ്യേണ്ട, ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന സംവിധാനമാണ്. അതുകൊണ്ട് അവരെന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അയ്യോ ഇത് ഞങ്ങളുടെ വലിയ കണ്ടുപിടുത്തമാണ് എന്ന് പറഞ്ഞ് നെകളിക്കാൻ നിൽക്കേണ്ട. 2, ശ്രീ രഞ്ജിത്ത്, അങ്ങ് ഒരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ഇൻ ഹരിഹർ നഗറിൽ ഈ ജഗദീഷ് അപ്പുക്കുട്ടന്റെ ക്യാരക്ടർ പോയി അമ്മാവനെ ഇടിക്കും. അപ്പൊ അമ്മാവൻ നിലത്ത് വീഴും. അപ്പൊ എന്ത് ചെയ്യും? അപ്പുക്കുട്ടൻ പറയോ ഞാൻ മാത്രമല്ല അമ്മാവ, ഇത് അവിടെ മുകേഷും സിദ്ദിഖും ഒക്കെ നിപ്പുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പൊ പ്രശാന്തിന്റെ അവസ്ഥ. എന്റെ കാലത്ത് പ്രശ്നമൊന്നുമില്ല, ഞാൻ മാത്രമല്ല അവിടെ പത്മകുമാറുണ്ട്, വാസു ഉണ്ട്. അപ്പൊ വാസു പറയും അയ്യോ എന്റെ കാലത്ത് എല്ലാം അടിപൊളിയാണ്, സൂപ്പർ ആയിരുന്നു, പത്മേട്ടൻ വന്ന പിന്നെയാണ് വിഷയം. പത്മേട്ടൻ ഇപ്പൊ നിലവിൽ CPM-ആയിട്ട് ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാം. അപ്പൊ പത്മേട്ടൻ പറയാം അയ്യോ എന്റെ കാലത്ത് വിഷയമില്ല, ഇത് പ്രശാന്തിന്റെ കാലത്താണ്, പ്രശാന്ത് പണ്ടത്തെ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് ഇനി അതുകൂടെ പറയാനുള്ളൂ, ആ വാദം കൂടെ പറയാനുള്ളൂ, പ്രശാന്ത് പഴയ കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് പറയും. അപ്പൊ പ്രശാന്ത് പറയും എന്റെ കാലത്ത് പ്രശ്നമില്ല, നിങ്ങളുടെ കാലത്ത്. ഇവരാരെയാണ് കളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇവരെ ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? നേരത്തെ അങ്ങയുടെ ഇൻട്രോയിൽ തന്നെ പ്രിയപ്പെട്ട രഞ്ജിത് രാമേന്ദ്രൻ പറഞ്ഞതുപോലെ
ഞാൻ ചോദിക്കട്ടെ, പോറ്റിക്ക് എല്ലാ കാലത്തെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ കൈക്കലാക്കാൻ, ലാക്കിലാക്കാൻ ഉള്ള എന്താ മാന്ത്രിക ദണ്ടുണ്ടായിരുന്നോ? മായാവിയുടെ വടി ഉണ്ടായിരുന്നോ കൈ? അത് പരിശോധിക്കണം. കാരണം എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വന്നാലും അതിപ്പോൾ എത്ര ശക്തന്മാരാണേലും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണെങ്കിലും അവരുടെയൊക്കെ കാലത്തും വിലസിയ ഒരാളാണ് ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന പോലെ 1 രൂപയുടെ പോലും സ്ഥിര വരുമാനമില്ലാത്ത പോറ്റി. ലക്ഷങ്ങളുടെ വഴിപാടുകൾ അവിടെ ഈ മണ്ഡലകാലത്ത് 2025 ഏതാണ്ട് നമ്മൾ ഈ റിപ്പോർട്ടിൽ അനുസരിച്ച് 10-25 ലക്ഷം രൂപയുടെ കാര്യങ്ങൾ, അന്നദാനമടക്കം 450 കിലോ അരി ഒക്കെയാണ്, ക്വിൻ്റൽ അരിയൊക്കെയാണ് പോറ്റി അങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്ത്. അതിൻ്റെ ഓരോ കൃത്യമായ വിവരക്കണക്കുകളും വിജിലൻസിൻ്റെ 25 പേജിലുള്ള റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. ശ്രീ സക്കറിയ ജോർജ്, എത്ര ഗൗരവതരമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാറി മാറി വരുന്നു, ഭരണം മാറി മാറി വരുന്നു, എന്നിട്ടും ഈ പോറ്റിമാർ വിലസുകയാണ് ശബരിമലയിൽ. എന്നിട്ട് ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഉത്തരവാദിത്തമില്ല ഈ പോറ്റിമാരുടെ വിലസലിൽ. ഇയാൾ ദിവസങ്ങളോളം അയ്യപ്പ ഭക്തർ വലിയ ഭക്തിയോടെ, എത്ര ആരാധനയോടെ, പരിപാവനതയോടെ കാണുന്ന കാര്യങ്ങൾ സ്വകാര്യ സ്വത്ത് പോലെ അനുഭവിക്കുകയാണ്. ഇതുപയോഗിച്ച് പണമുണ്ടാക്കുകയാണ്. വെള്ളരിക്കാപട്ടണമാണെന്ന് തോന്നത്തക്ക വിധത്തിലാണ് നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു പോക്ക്. ഇത് ഇന്നത്തെ പോസ്റ്റർ തന്നെ ദേവസ്വം ബോർഡ് ആണ് ഇതിന്റെ സിസ്റ്റം ഫെയിലിയറിന്റെ കാരണമെന്ന് പറയുന്നു എന്ന് ഞാൻ കണ്ടു. പക്ഷെ എനിക്ക് പറയാനുള്ളത് എൻ്റെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ്. അത് ദേവസ്വം ബോർഡ് ഒന്ന് മാത്രമേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിന് ഇതിനകത്ത് പരാജയമുണ്ട്, സംസ്ഥാന വിജിലൻസിന് പരാജയമുണ്ട്, സംസ്ഥാന ഇന്റലിജൻസിന് പരാജയമുണ്ട്, ദേവസ്വം സ്പെഷ്യൽ ജഡ്ജുണ്ട്, അദ്ദേഹത്തിന് പരാജയമുണ്ട്. കാരണം അദ്ദേഹം ഓരോ വർഷവും കിട്ടുന്ന ഐറ്റംസ് അവിടെ രജിസ്ട്രി കയറ്റേണ്ടതാണ്. കാര്യം അത് ദേവസ്വം ബോർഡിന്റെ പ്രോപ്പർട്ടിയാണ്. ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു. അടുത്തത് ലോക്കൽ പോലീസിന് ഒരു സർക്കുലർ ഉണ്ട്, DGPയുടെ 12/2010 ഓപ്പറേഷണൽ ഇന്റലിജൻസ്. അപ്പോൾ ഓരോ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർ കളക്ട് ചെയ്യണം. പമ്പ പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് ശബരിമല. അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്തായാലും ഹെലികോപ്റ്ററിലൊന്നും കൊണ്ടുപോയതല്ല. ഒന്നുകിൽ പണ്ട് MR രാജകുമാർ കയറിപ്പോയ ട്രാക്ടറിനകത്ത് കൊണ്ടുപോയി, അല്ലെ ഇത് തലച്ചുമടായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് താഴെ പമ്പേ വരുമ്പോൾ അവർ പിടിക്കണ്ടേ? ഓപ്പറേഷൻ ഇന്റലിജൻസ് ആണ്, അവരുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അയക്കണം. DGP പറഞ്ഞാൽ അത് താഴെയുള്ളവരെ അനുസരിക്കണം. ഇത് പ്രിവെന്റീവ് ഇന്റലിജൻസും പ്രെഡിക്റ്റീവ് ഇന്റലിജൻസും ഇതിനകത്തുണ്ട്. കാര്യം പണം എവിടെ കണ്ടോ അടിച്ചു മാറ്റുന്ന ഒരു സ്വഭാവം നമുക്കറിയാം. നമ്മുടെ ഇന്നത്തെ സമൂഹത്തില് കുറെ പേര് അധ്വാനിച്ച് ജീവിക്കുന്നു, അവരെ ചൂഷണം ചെയ്ത് വേറൊരു കാര്യം. അപ്പം നമ്മുടെ സമൂഹത്തില് എക്സ്പ്ലോയിറ്റേഴ്സ് ഉണ്ട്, എക്സ്പ്ലോയിറ്റഡ് ഉണ്ട്. ഈ ചൂഷണത്തിന്റെ ഇത് അവസാനിക്കാതെ നമ്മുടെ സമൂഹത്തില് ഒരു പ്രോപ്പർ റൂൾ ഓഫ് ലോയും ഒരു സോഷ്യൽ ഓർഡറും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ഈ പറയുന്ന ഏജൻസിക്കെല്ലാം ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ എൻ്റെ പോലീസ് സർവീസ് തുടങ്ങിയത് എരുമേലിലാണ്. ഞാൻ ശബരിമലയുമായി ചേർന്ന് എല്ലാ സ്ഥലത്തും ഞാൻ ജോലി ചെയ്തു. ശബരിമലയിലെ അതിന്റെ സാങ്ക്ടിറ്റി എന്ന് പറയുന്നത്, സന്നിധാനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഹരിവരാസനം പാടുമ്പോൾ നമുക്കറിയാം നാഷണൽ ആന്തത്തിനെ റെസ്പെക്ട് ചെയ്യുന്ന പോലാണ് എല്ലാവരും എഴുന്നേറ്റ് ചോദിക്കുക. അവിടെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന പോലീസ് ഓഫീസർമാര് എല്ലാ ജാതിയിൽപ്പെട്ടവരുണ്ട്. പക്ഷെ അന്നത്തെ ആ ജനങ്ങളുടെ വിശ്വാസ തീക്ഷ്ണത കണ്ട് എല്ലാവരും അറിയാതെ ഹരിവരാസനം പാടുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പറ്റുന്ന ഒരു സാങ്ക്ടിറ്റി ഉള്ള ഒരു റിലീജിയസ് പ്ലേസിൽ പാലിക്കേണ്ടത്. ദേവസ്വം ബോർഡിനൊന്നും ഈസി ഗെയിം വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ആചാരങ്ങൾ എന്താണോ അതിൽ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം. പിന്നെ റൂൾ ഓഫ് ലോ ഉള്ള രാജ്യത്താണ്, അഴിമതി പാടില്ല. മഹാത്മാഗാന്ധി പറഞ്ഞു കറപ്ഷൻ ഈസ് ആൻ ഒഫൻസ് അഗൻസ്റ്റ് ദ നേഷൻ ആണ്. ആരെങ്കിലും അടിച്ചുകൊണ്ട് പൊതുമുതൽ കൊണ്ടുപോയാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. എൻ്റെ കൂടെ ഗാന്ധിജി പറഞ്ഞു ഐ ഫോട്ട് ഫോർ ഫ്രീഡം, വിൽ യു ഫൈറ്റ് ഫോർ എ കറപ്ഷൻ ഫ്രീ ഇന്ത്യ? ഈ രാജ്യത്തുണ്ടോ? എവിടെ പോയാലും കൈയിട്ട് അടിച്ചുകൊണ്ട് പോകുന്നവരാണ്. കുറെ പേര് കഷ്ടപ്പെടുന്നു, അവരെ എക്സ്പ്ലോയിറ്റഡ് ആണ്. വേറെ കുറെ ഉണ്ട് എക്സ്പ്ലോയിറ്റേഴ്സ്. ഇതിന്റെ എല്ലാ സുഖങ്ങളും ജോലി ചെയ്യാതെ ഈ കൊതുകൊക്കെ പറന്ന് മനുഷ്യന്റെ ചോര കുടിക്കുന്ന പോലെ ഈ സമൂഹത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഇപ്പം പറയുന്നു പോറ്റിയുടെ കാര്യം പറഞ്ഞു, പോറ്റി സ്പോൺസറെ കൊണ്ടുവരുന്നു. ഇത് ടൈൻറ്റഡ് ആണ്. ഇവിടുത്തെ അധോലോകത്തിന്റെ കാശ് വാങ്ങിച്ചാണ് വരുന്നെങ്കിൽ ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ശബരിമല അയ്യപ്പന് ഇത് ഇഷ്ടപ്പെടുമോ? അവിടെ ചെയ്യുന്ന ആചാരങ്ങളെല്ലാം വിശുദ്ധിയോടുകൂടി ചെയ്യണം എന്നുള്ളതാണല്ലോ ഇതിന്റെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയും അതിന്റെ അടിത്തറയും. അപ്പൊ അവിടെ എന്താണ് ചെയ്തത്? ഇയാൾ കൊണ്ടുവരുന്നത് ഇവിടുത്തെ കള്ളക്കടത്തുകാരൻ്റെ ആണോ, അല്ലെ മയക്കുമരുന്ന് കടത്തുകാരൻ്റെ ആണോ? ഇതൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ നമുക്കറിയാം ഇവിടെ സ്വർണ്ണക്കടത്ത് തിരുവനന്തപുരം എയർപോർട്ടില് പിന്നെ കസ്റ്റംസ് കൊടുത്ത ചാർജ് ഷീറ്റിനകത്ത് 167
3.03 കിലോയാണ് മൊത്തം കടത്തിയെന്ന് അവരുടെ റിപ്പോർട്ടിന് അസിസ്റ്റന്റ് കമ്മീഷണർ പ്രിവെന്റീവ് സ്പെഷ്യൽ കോർട്ടിൽ കൊടുത്ത ചാർജ് ഷീറ്റിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് റിക്കവർ ചെയ്തത് 30.24 ഉള്ളൂ. ഈ 130.79 കിലോ കണ്ടുപിടിക്കാനുണ്ട്. എവിടെ പോയി ഇതൊക്കെ? ഇനി അടുത്തത് പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ, അത് പോലീസ് അട്രോസിറ്റിയാണ്. 2005-2006 അവിടെ ഒരു മാർവാടിയുടെ നിന്ന് പിടിച്ചു പറിച്ചു 14 കിലോ. 6 കിലോയെ റിക്കവർ ചെയ്തിട്ടുള്ളൂ. 8 കിലോ ഇവിടെ പോയി. ഇതെല്ലാം ഇവിടെ അന്യായം നടക്കുന്നു. എല്ലായിടത്തും ഈ തട്ടിപ്പ് നടക്കുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും ഇത് മിണ്ടാണ്ട് ഇരിക്കുന്നു. കുറെ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് വാനിഷ് ചെയ്യും. സത്യത്തിൽ ഇത് CBIക്കാണ് കൊടുക്കേണ്ടത്. കാര്യം ഇപ്പൊ ഇവിടെ ശ്രീജിത്ത് പറഞ്ഞ പോലെ, പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഇതിന്റെ വാല്യൂ വളരെ വലുതാണ്. സോറി, ഇദ്ദേഹം പറഞ്ഞു, ആരാണ്, വസന്തൂടെ പറഞ്ഞു, ഇതിന്റെ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ വാല്യൂ എന്താണ്? അയ്യപ്പന്റെ ആയതുകൊണ്ട് ഇത് വിദേശത്തേക്ക് കടത്തിയോ? വിദേശത്തൊക്കെ കോടിയുള്ളവർക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒന്ന് അവരുടെ പൂജാമുറിയിൽ വെക്കാൻ കിട്ടിയാൽ അവർക്കുണ്ടാകുന്ന പിന്നെ ആനന്ദവും അഭിമാനവും ഒക്കെ ഡിഫറൻ്റ് ആണ്. ഇത് പോകാൻ CBI ആണ് ഏൽപ്പിക്കേണ്ടത്. ഗോൾഡുമായി ബന്ധപ്പെട്ട കേസുകളും സ്മഗ്ലിങ്ങും എല്ലാം പിന്നെ CBI ഏൽപ്പിക്കണമെന്ന് 83/1968 ഓർഡർ ഉണ്ട്. ഇതൊന്നും ചെയ്യുന്നില്ല. അവരാണ് ഇന്റർപോളിന്റെ നോഡൽ ഓഫീസർ. ഇനി അടുത്തതായിട്ട് ഒരു 2016 സർക്കുലറുണ്ട്. അത് ഹൈക്കോർട്ട് ഓർഡറിന്റെ ആണ്. തോട്ടത്തിൽ രാധാകൃഷ്ണനും അനുജ് ശിവരാമ മേഡവും ഇട്ട ഒരു ഓർഡറിന്റെ കാര്യമുണ്ട്. ടെമ്പിൾ തെഫ്റ്റ്. ഇതൊക്കെ നോക്കണം. ഈ ഇന്റലിജൻസ് ഒക്കെ സ്വീകരിക്കണം. ഇവിടുത്തെ ഒരു കാര്യം ആരും മോഷ്ടിക്കാൻ പാടില്ല. അങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഭരണം എന്തിനാണ്? നാണം കെടണം. ഭരിക്കുന്നവർ നാണം കെടണം. അവർക്ക് ശുദ്ധിയുള്ള ഭരണം, ഗുഡ് ഗവേണൻസ് അഷർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലജ്ജിച്ചിറങ്ങിപ്പോണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, തിരിച്ചു വരാം. ശ്രീജിത്ത്, ഇവിടെ ഈ നേരത്തെ വസന്തൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ വലിയ മൂല്യമുള്ള വസ്തുക്കളാണ്. ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിലൊക്കെ ചില സംശയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൊണ്ടുപോയ സാധനങ്ങൾ തന്നെയാണോ തിരികെ കൊണ്ടുവന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം കാര്യമായ അന്വേഷണം വേണം. ഇന്ന് മനസ്സിലാക്കുന്നത് ED ഈ വിഷയത്തിൽ പ്രാഥമികമായ ഒരു തെളിവെടുപ്പ് ആരംഭിച്ചു എന്നാണ്. പ്രതിപക്ഷമൊക്കെ ആവശ്യപ്പെടുന്നത് CBI അന്വേഷിക്കണം. ഇപ്പോൾ നേരത്തെ ശ്രീ ജോർജ് ജോസഫ് സാറും അത് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. നിശ്ചയമായും. കാരണം ഇത് നമുക്കറിയാം, ഇപ്പോൾ കോർട്ട് മോണിറ്റേഡ് ആയിട്ടുള്ള എൻക്വയറിയാണ്. ADGP വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലാണ്. അതെല്ലാം തന്നെ അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ ദ മൊമെൻറ്റ് ഇത് ഈ ഒരു ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്ന് പുറത്തേക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ അന്വേഷണത്തിനെ അട്ടിമറിക്കാനുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് ഈ ഉദ്യോഗസ്ഥരുടെ അപ്രൈറ്റ്നെസ്സിനെ ഒന്നും ചെറുതാക്കി കാണിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മുടെ അനുഭവമാണ്. മുമ്പാണെങ്കിലും സംസ്ഥാന സർക്കാരിന് വേണ്ടപ്പെട്ട ആൾക്കാർക്കെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസി ഒരു കേസ് അന്വേഷിക്കുക എന്ന് പറയുന്നതിൽ തന്നെ ഒരു വലിയ അനൗചിത്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കൂടുതൽ വിശ്വാസ്യത വരുത്തുന്നതിന് വേണ്ടി CBI പോലെയുള്ള ഒരു എൻക്വയറി ഏജൻസി തന്നെയാണ് അതിൽ അന്വേഷിക്കേണ്ടത്. കാരണം അവരിതിൽ ഒരു ന്യൂട്രൽ പാർട്ടിയാണ്. അവർക്കതിനകത്തിലേക്ക് ഡയറക്റ്റ് സ്റ്റേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അവരാണ് സത്യത്തിൽ അത് അന്വേഷിക്കേണ്ടത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു ലീഗൽ മാക്സിം ഉണ്ട്. നീതി എന്നത് നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പാക്കിയെന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാവുക കൂടി വേണം എന്ന്. അപ്പോൾ അങ്ങനെ ഒരു നടപടി ഉണ്ടെങ്കിൽ മാത്രമേ ആത്യന്തികമായിട്ട് ഇതിൽ നീതി പുലർന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നൽ ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവുകയുള്ളൂ. കാരണം ഇത് പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കേസാണ്, അതല്ലാതെ കേവല ആരോപണമല്ല. ഈ കാര്യത്തിൽ അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് ബോധ്യമുണ്ട്, വിജിലൻസിന് ബോധ്യമുണ്ട്, എല്ലാ ആൾക്കാർക്കും ബോധ്യമുണ്ട്. തന്നെയുമല്ല, അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടില്ല എന്നോ അവിടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നോ ദേവസ്വം ബോർഡിന്റെ 2019 മുതൽ ഇങ്ങോട്ടുള്ള ഒരു ഭാരവാഹിക്കോ ഒരു മന്ത്രിക്കോ പോലും പറയാനും കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ആ തട്ടിപ്പ് എന്ന് പറയുന്നത് കൺഫേംഡ് ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ഇത് കേവലം ഒരു ആരോപണമല്ല, മറിച്ച് തെളിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ട് നീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ന്യൂട്രലായിട്ടുള്ള സംസ്ഥാനത്തിന്റെ കൺട്രോളിൽ അല്ലാത്ത ഒരു ഏജൻസി അന്വേഷിക്കുക എന്ന് പറയുന്നതാണ് കൂടുതൽ യുക്തമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇവിടെ പല ആൾക്കാരും, ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി പറയുന്ന ഒരു വിശേഷണം നോക്കും. അദ്ദേഹത്തെ പറ്റി പറയുന്നത് നിരന്തരമായിട്ട് സ്പോൺസർ എന്നാണ്. അപ്പോൾ അയാളുടെ സ്പോൺസർ ആണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് ഈ പരിപാടികളെല്ലാം തന്നെ ചെയ്യാനായിട്ട് അയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു നിലയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ദേവസ്വം ബോർഡിനുണ്ടാകണം, അതുവഴി സംസ്ഥാന സർക്കാരിനും ഉണ്ടാകണം. പക്ഷെ അയാളുടെ ആസ്തിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് വിജിലൻസ് തന്നെ പറയുന്നത് അയാൾക്ക് ഒരു തരത്തിലുള്ള സ്ഥിര വരുമാനവും ഇല്ല എന്നാണ്. അപ്പോൾ സ്ഥിര വരുമാനം ഇല്ലാത്ത ഒരാളാണ് ശബരിമലയിലേക്ക് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു വർഷം മാത്രം 17 ടൺ അരി കൊടുക്കുക, ഏതാണ്ട് 30 ടൺ പച്ചക്കറി കൊടുക്കുക, പിന്നെ ഈ പടികളുടെ 2 വശങ്ങളിലുമുള്ള മണിമണ്ഡപം നിർമ്മിക്കുക, ക്ഷേത്രത്തിന് അലങ്കാരങ്ങൾ കൊടുക്കുക, മേളം സ്പോൺസർ ചെയ്യുക, അന്നദാന മണ്ഡപത്തിലെ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുക്കുക,
ഇനി അതല്ലാതെ സീസൺ സമയത്ത് ലക്ഷങ്ങളെ സംഭാവനയായിട്ട് കൊടുക്കുക, ഉദയാസ്തമന പൂജ, പടിപൂജ, അന്നദാനം, കളഭാഭിഷേകം, ഞാൻ പറയുന്നത് ഇതെല്ലാം ഭാരിച്ച സാമ്പത്തിക ചെലവുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട പണികളിലൊക്കെ തന്നെ ഇയാൾ സ്പോൺസർ ആയിരുന്നില്ല എന്നും യഥാർത്ഥ സ്പോൺസർമാർ ആരാണ് എന്നും അവരുടെ പേര് വിവരങ്ങളടക്കം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നത് ഇയാൾ ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയുടെയും യഥാർത്ഥ സ്പോൺസർ ഇയാളല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്പോൺസർമാർ ആരാണ് എന്ന് കണ്ടുപിടിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ സ്ഥിരവരുമാനം ഇല്ലാത്ത ഒരാളാണ് ശബരിമലയിലെ എന്തൊരാവശ്യവും പ്രത്യേകിച്ച് സ്വർണവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഇങ്ങ് തന്നേക്കൂ, ഞാൻ കൊണ്ടുപോയി ശരിയാക്കി തരാം എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് നിഷേധിക്കുന്ന മറ്റാൾക്കാർ, ഇതേ പത്മകുമാറാണ് അവിടെ യോഗദണ്ഡിന്റെ കാര്യത്തിലും രുദ്രാക്ഷത്തിന്റെ കാര്യത്തിലും സ്വർണം കെട്ടിക്കണമെന്നുള്ള ഒരു ആവശ്യം, അതിനെ ക്ലീൻ ചെയ്ത് സ്വർണം കെട്ടിക്കണം എന്നൊരാവശ്യം ഉണ്ടാകുന്ന സമയത്ത് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗം വഴി അതിനു വേണ്ടിയിട്ടൊരു സ്പോൺസറെ കണ്ടെത്തുകയോ അത് ദേവസ്വത്തിന്റെ ചുമതലയിൽ തന്നെ നടത്തുകയോ ഒക്കെ ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തമുള്ള അദ്ദേഹമാണ് പൂർണ്ണമായിട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ സ്വന്തം മകനെ ആ പണി ഏൽപ്പിക്കുന്നത്. മറ്റാരും വേണ്ട, നമുക്ക് തന്നെ ഇവിടെ ആളുണ്ട് എന്ന് പറഞ്ഞ് മകനെ ഞാൻ സജസ്റ്റ് ചെയ്തു എന്ന് അദ്ദേഹം ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്. ആ സ്ഥാനത്ത് കൊണ്ട് നോക്കൂ, ഞാൻ പറയുന്നത് അങ്ങനെയാണ് എങ്കിൽ അതൊരു വഴിപാടായിട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള എത്രയോ ആൾക്കാരുണ്ടാകും. അപ്പൊ ഒരാളിന് മാത്രം അയാളുടെ അച്ഛൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണ് എന്നതിന്റെ പേരിലേക്ക് മൊണോപ്പൊളൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി ശരിയാണോ? എല്ലാ ആൾക്കാർക്കും അതിൽ വേറെ ആൾക്കാർക്ക് എത്രയോ താല്പര്യം ഉണ്ടാകും. ഒരുപക്ഷെ അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ടാകും. അപ്പൊ ഇവിടെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എനിക്ക് സൗകര്യമുള്ള ആൾക്കാർക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ ഇത് ചെയ്യും എന്ന്. അതേപോലെ ഇപ്പോ ശ്രീ PS പ്രശാന്ത് പറയുന്നത് ഓപ്പൺ ടെൻഡർ ആവശ്യമാണ്. എക്സാക്ട്ലി ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താനായിട്ട് കഴിയുകയുള്ളൂ. ടെൻഡറിൽ പങ്കെടുത്ത് പത്മകുമാറിന്റെ മകന് അതിനുള്ള അധികാരം കിട്ടുകയാണെങ്കിൽ ചെയ്യട്ടെ. അപ്പൊ നമുക്ക് അതിനകത്തൊരു അലഗേഷൻ പോലും ഉയർത്താനായിട്ട് സാധിക്കില്ല. ഞാൻ പറഞ്ഞത് PS പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് 2023 അവസാനമാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്? മുമ്പ് അവിടെ പല അവതാരങ്ങളും ഉണ്ടായിരുന്നു, എന്നാൽ താൻ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ അവതാരങ്ങളില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇദ്ദേഹം തന്നെ ദേവസ്വത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടല്ലോ, ദേവസ്വത്തിന്റെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വാങ്ങാതെ, കോടതിയോട് പ്രത്യേക അനുമതി വാങ്ങാതെ ഈ കാര്യങ്ങളെല്ലാം ഇളക്കിയെടുത്തിട്ട് ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് തന്നെ പറയുന്നത് ദാ ഇത് കൊണ്ടുപോകുമെന്ന്. അപ്പൊ അയാൾ ഒറ്റയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തിരുവാഭരണം കമ്മീഷണറാണ് പറയുന്നത് അങ്ങനെ പറ്റില്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നെ മേൽനോട്ടത്തിൽ കൊണ്ടുപോകാനായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. പക്ഷെ അവിടെ വീണ്ടും ഈ ദേവസ്വത്തിന്റെ പ്രോപ്പർട്ടികൾ ഒന്നും തന്നെ അവരുടെ ഈ പ്രമൈസസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയില്ല എന്ന് ദേവസ്വം മാനുവൽ വോളിയം 1 ചാപ്റ്റർ 11 റൂൾ 38 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് പോരാഞ്ഞിട്ടാണ് ഈ പ്രശാന്ത് ചുമതലയേൽക്കുന്ന അതേ വർഷം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായിട്ട് നിഷ്കർഷിക്കുന്നത്, ഒരു വിധി തന്നെ പറയുന്നത്, അവിടെ നിന്ന് എന്തെങ്കിലും മെയിൻ്റനൻസിന് പുറത്തേക്ക് കൊണ്ടുപോവുകയോ ആവശ്യമുണ്ടെങ്കിൽ, വലിയ ഭാരിച്ച പണികൾ ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് കോടതിയെ അറിയിച്ച് അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ ചെയ്യാവൂ എന്ന്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തുകയും ഈ അവതാരങ്ങളെ അടുപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു പ്രശാന്തെങ്കിൽ എങ്ങനെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈ സ്വത്തെല്ലാം തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് തീരുമാനമാകുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കണം. ഒരു ഘട്ടത്തിൽ ഈ ചോദ്യം ഉണ്ടായിരുന്ന സമയത്ത് പ്രശാന്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ശ്രീ രഞ്ജിത്ത് ഓർക്കുന്നുണ്ടാകും, ഒരു ചെറിയ വീഴ്ച മാത്രമേ വന്നിട്ടുള്ളൂ, കോടതി അറിയിച്ചിട്ടില്ല എന്ന്. അതാണ് ഏറ്റവും വലിയ വീഴ്ച. ആ ഏറ്റവും വലിയ വീഴ്ച കോടതി അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് നടക്കില്ലായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവന്ന ആൾക്കാരെ ഇത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുമായിരുന്നു. അതല്ലെങ്കിൽ കോടതിയുടെ അപ്രൂവലോടുകൂടി ആർക്കാണ്, എങ്ങനെയാണ്, ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യവസ്ഥ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഏറ്റവും വലിയ വീഴ്ച പോലും ഏറ്റവും ചെറിയ വീഴ്ചയാണ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഭക്തരുടെ വിശ്വാസത്തിന്റെ എല്ലാം ഈ പറഞ്ഞ ആളും ഈ അവതാരത്തെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ഇതിനകത്തൊരു വിരോധാഭാസം അദ്ദേഹത്തിന്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുമ്പോൾ. ശ്രീ ജയചന്ദ്രൻ, ഇവിടെ നമുക്കറിയാം CPM-ഉം CPI-യും ഒക്കെ ഈ വിഷയത്തിൽ ഇവരൊക്കെ മാറി മാറിയാണല്ലോ, ഇവരുടെ പ്രതിനിധികളാണല്ലോ ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുൻ ദേവസ്വം മന്ത്രിയെ പിണറായി വിജയൻ കണ്ടത് വലിയ വാർത്തയായിരുന്നു. AK സെന്ററിൽ വെച്ച് പ്രതിപക്ഷം പ്രധാനമായും ആക്ഷേപം ഉന്നയിക്കുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ്. സുരേന്ദ്രനാണിത് വിറ്റത് എന്നുള്ള ആക്ഷേപമൊക്കെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാടും എടുക്കേണ്ടി വരും. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ ഇപ്പോഴും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളായി തുടരുന്നവരാണ്. അതുകൊണ്ട് എന്താണെന്നേ, ഇപ്പോ ഭരിക്കുന്ന സർക്കാർ ഏത് മുന്നണിയാണ്, ഏത് പാർട്ടിയാണ്, അതിനെയൊക്കെ ആസ്പദമാക്കിയാണ് ദേവസ്വം ബോർഡിൽ പ്രസിഡന്റുമാരും അംഗങ്ങളും ഒക്കെ വരുന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? അതൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പോ ശ്രീ സക്കറിയ ജോർജ് പറഞ്ഞില്ലേ, CBI അന്വേഷിക്കുന്നതാണ് ഉചിതം. ആർക്കാണ് തർക്കം? ആരെങ്കിലും തർക്കം പറഞ്ഞോ CBI അന്വേഷിക്കരുതെന്ന്?
ഹൈക്കോടതിയാണല്ലോ CBI കോടതിയിൽ പ്രഖ്യാപിച്ചത്. പറഞ്ഞു, കോടതിയിൽ പറയട്ടെ. നിങ്ങളുടെ സർക്കാർ പറഞ്ഞു നോ പറയട്ടെ. ഓക്കെ അറ്റ് ദിസ് ടൈം ഓക്കെ. ഇതായിരുന്നു നിങ്ങളുടെ വാദം. അല്ല, അറ്റ് ദിസ് ടൈം SIT എന്നാ പറഞ്ഞത്, ഹൈക്കോടതി പറഞ്ഞത്. നോ നിങ്ങൾ എന്തെങ്കിലും ഉണ്ട് വസന്ത, അതെന്തെങ്കിലും ഉണ്ട്, ഉത്തരവ് എന്തെങ്കിലും ഉണ്ട്. CBI വേണ്ടത് നിങ്ങൾ പറഞ്ഞു, CBI വേണ്ടത് നിങ്ങൾ പറഞ്ഞു. ഇനി ബാക്കി പറയും. അല്ല, CBI ഇപ്പം ഇത് ഈ 6 ആഴ്ചത്തെ അന്വേഷണം കഴിഞ്ഞ് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. സമർപ്പിച്ചു കഴിഞ്ഞ അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് ഹൈക്കോടതിയാണല്ലോ, എന്ത് വേണമെന്നുള്ളത്. അപ്പൊ ഹൈക്കോടതി നിശ്ചയിക്കുകയാണ്. ഹൈക്കോടതിക്ക് വെയിറ്റ് ചെയ്യുന്നത് സർക്കാർ പ്രഖ്യാപിക്കും. ഏതാണ് സർക്കാരിന് പ്രഖ്യാപിക്കുന്ന എന്താ പ്രയാസം? അല്ല, അത് ഞാൻ പറയാം വസന്ത. പിന്നെ അല്ല, ആ സമയത്ത് അങ്ങനെ തോന്നുകയാണ്, ചെയ്യാം. അതങ്ങനെ ചെയ്യുന്നെങ്കിൽ ഹൈക്കോടതി തന്നെ ചെയ്യട്ടെ. നേരത്തെ തന്നെ സർക്കാരും CPIM സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയ കാര്യമുണ്ട്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി എന്ത് തീരുമാനിക്കുന്നോ അത് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് പരസ്യമായിട്ടാണ് പറഞ്ഞത്, രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമല്ലല്ലോ. അപ്പൊ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നോ അതാണ് സ്വീകരിക്കുക എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇതിനകം തന്നെ. അതവിടെ നിൽക്കട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ അകത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്ഥിരമായി അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണോ ഇവിടെ ആരെങ്കിലും? അങ്ങനെ 2019 ഇയാള് ഈ കാര്യം ചെയ്തപ്പോഴേക്ക് 40 വർഷത്തേക്കുള്ള സ്പോൺസറായിട്ടാണല്ലോ ഇയാളെ അവരെ അക്നോളജ് ചെയ്തിട്ടുള്ളത്. അതാണല്ലോ 2019 അതാണല്ലോ സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇയാൾ 40 വർഷത്തേക്ക് ഇയാളുടെ പേരിൽ വാറണ്ടി, സ്പോൺസർ എന്നുള്ളതല്ല, സോറി, അതെന്റെ നാക്കുപിഴയാണ്, 40 വർഷത്തേക്ക് ഇയാൾ വാറണ്ടി ഉണ്ട്. ആ വാറണ്ടിയുടെ പേരിലാണ് ഇയാളെ ഇപ്പൊ ഇത് പിടിച്ചേൽപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നത്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. തെറ്റാണെങ്കിൽ തെറ്റാണ്, ശരിയാണെങ്കിൽ ശരിയാണ്. അത് കോടതി തന്നെ തീരുമാനിച്ചോട്ടെ, അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ ഇത് മുഴുവനും ഈ പിന്നെ അവിടെ നടക്കുന്നത് മുഴുവനും തെറ്റുകളാണെന്ന് പറയുമ്പോൾ ഒരുപാട് തെറ്റുകളുടെ ഘോഷയാത്ര വേറെയും ഉണ്ടെന്നേ. ഇതുമായി ബന്ധപ്പെട്ടതല്ലാതെ 3 താഴികക്കുടങ്ങൾ കാണാതെ പോയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല, ബോധപൂർവം വരുന്നില്ല. എനിക്ക് അതിനകത്ത് കൃത്യമായ ചില കാര്യങ്ങൾ അറിയുകയും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എഴുതുകയും ചെയ്തിട്ടുള്ളൂ അത് സംബന്ധിച്ച്. അപ്പൊ അത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ തരത്തിലുള്ള പിന്നെ ഈ ഒരു വിജിലൻസ് സംവിധാനവും അവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് താങ്കൾ റിട്ടയർഡ് SP പറഞ്ഞത് ശരിയാണ്. എന്താണ് ഇവരുടെയൊക്കെ പണി? അന്വേഷിക്കട്ടെ. ഒരു ഗവൺമെന്റ് മാത്രമല്ലല്ലോ, 99 മാത്രമല്ലല്ലോ, ഈ വിജയവല്യ വന്നതിന് ശേഷം മാത്രമല്ലല്ലോ ഈ ശബരിമല ഉണ്ടായത്. അതാണ് ഈ എല്ലാ ഭരണകൂടങ്ങളുടെ കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അമ്പലക്കള്ളന്മാർ എല്ലായിടത്തും ഉണ്ട് എന്ന കാര്യം സംശയമില്ല. ശ്രീ വസന്ത്, അതാണ് പ്രശ്നം. കാരണം ആർക്കും അങ്ങനെ കൈ കഴുകാൻ പറ്റില്ല. ശ്രീ യശൻ സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എല്ലാ സമയത്തും ഉണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ്. അതെങ്ങനെ സംഭവിക്കും? രാഷ്ട്രീയമായി പല വിധത്തിൽ ഉപയോഗപ്പെടുന്നുണ്ട് നമ്മുടെ ആരാധനാലയങ്ങൾ. അല്ല, ശ്രീ രഞ്ജിത്ത്, MJ പോലെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ സാധാരണ ഇടതു വക്താക്കൾ ഉപയോഗിക്കുന്ന ഡിഫൻസ് ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി അത് ഉപയോഗിച്ചോട്ടെ. ഞാൻ പറയുന്നത്, ഇവരെല്ലാം പറയുന്നത് ഏതാണ്ട് 9 വർഷം, നിയർലി 10 years അതിന് മുമ്പുണ്ടായിരുന്ന UDF കാലത്തെ ചില കാര്യങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, 10 വർഷമായി ഞങ്ങളുടെ കയ്യിൽ കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ അധികാരമില്ല. ഒരു ഏജൻസിയും കൈയാളുന്നത് ഞങ്ങളല്ല. എന്നിട്ടും ഇവർ ഈ പറയുന്ന ആരോപണത്തിന്റെ 1, 2, 3, 4, 5 അതിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്ത് ഉള്ളിലിടാൻ പറ്റുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിസ്ഥാനത്ത് ആരെയാണ് നിങ്ങൾ ഇരുത്തിയിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ കേസ് നിൽപ്പുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കേസെടുത്ത് ആ വിഷയത്തിൽ ദ്രുതഗതിയിലുള്ള അന്വേഷണം നടത്തും. 10 വർഷമൊന്നും വേണ്ടതേ അത്തരം അന്വേഷണം നടത്താൻ. അപ്പൊ ദ്രുതഗതിയിൽ അന്വേഷണം നടത്തി ഏതായാലും 6-7 മാസം കൂടി ഇനി ഇടത് സർക്കാരുള്ള, അതിനു മുമ്പ് കോൺഗ്രസ്സുകാരെല്ലാം പിടിച്ചകത്തിടാനുള്ള വലിയ മുന്നേറ്റം നിങ്ങൾ നടത്തണം, അതിനുള്ള ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ്. ഇനി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ബഹുമാനപ്പെട്ട MJ പറഞ്ഞു, എന്താണ് ഹൈക്കോടതിയുടെ തീരുമാനമാണ് സർക്കാരിന്റെയും തീരുമാനം. ഹൈക്കോടതി എന്ത് തീരുമാനിക്കുന്നു ഞങ്ങൾ അതിനോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ മറ്റു വഴിയില്ല. ടെക്നിക്കലി എന്താ വഴി? നിങ്ങൾക്ക് അപ്പീൽ പോകാം. അതിനപ്പുറത്ത് എന്താ വഴി? ഹൈക്കോടതി പറയുന്ന ഈ വിഷയത്തിൽ നിങ്ങൾ കേൾക്കണം. 2, അപ്പീൽ പോകാനും നിങ്ങളുടെ സർക്കാരിന് രാഷ്ട്രീയപരമായി ചിലപ്പോൾ പറ്റില്ല. കാര്യം ഹൈക്കോടതിയുടെ ഫൈനൽ ഓർഡർ വരുന്നത് ഏതാണ്ട് ഇലക്ഷനോട് അനുബന്ധിച്ചായിരിക്കും. ആ സമയത്ത് നിങ്ങൾ അപ്പീൽ പോയാൽ നിങ്ങൾ രാഷ്ട്രീയപരമായി പ്രതിരോധത്തിലാവും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പോവില്ല. അതുകൊണ്ട് ടെക്നിക്കലി നിങ്ങൾക്ക് മറ്റൊരു വഴിയില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹൈക്കോടതിക്ക് മുകളിലാണോ നിങ്ങൾ? അല്ലല്ലോ. പിന്നെ രണ്ടാമത്, ഇപ്പോ പ്രിയപ്പെട്ട എന്റെ സ്നേഹിതൻ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു, നമ്മുടെ എന്താണ് ഈ അദ്ദേഹത്തിന്റെ മകന് ദണ്ട് കൊടുത്തു വിട്ടപ്പോ ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മൻ
ഈ പത്മേട്ടൻ എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഞാൻ ആചാരപരമായി എന്റെ മകൻ അത് പൂശിക്കൊടുത്തതാണ് എന്നാണ്. കമ്മ്യൂണിസ്റ്റുകൾക്ക് ആചാരമൊക്കെ നടപ്പിലാക്കാമോ? അവർ അമ്പലം പിടിക്കാനും അമ്പല കമ്മിറ്റിയിലൊക്കെ കയറാൻ തീരുമാനിച്ചിരുന്നു, നയവ്യതിയാനം നടത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആചാരങ്ങൾ പാലിക്കാനും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള അനുവാദം, അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങളുടെ ഭാഗമായി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്വർണം പൂശാനൊക്കെ ഉള്ള അനുവാദം കട്ടെടുക്കാനല്ലാതെ വിശ്വാസപരമായി ചെയ്യാനുള്ള അനുവാദം പാർട്ടി കമ്മിറ്റി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. അത് പൂർത്തീകരിക്കണം. ഒരു കാര്യം കൂടി. സമയക്കുറവുണ്ട്. ഒരു മിനിറ്റ് എനിക്ക് സക്കറിയ ജോർജ് സാറിന് കൊടുക്കണം, കാരണം ഇടപെട്ട് ക്ഷമിക്കണം വസന്ത്. സക്കറിയ ജോർജ് സാറ് ഒരു മിനിറ്റ് മാത്രമാണ്, വളരെ പെട്ടെന്ന് താങ്കളുടെ ഒരു കൺക്ലൂഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആക്ഷൻ വിത്തൗട്ട് ഡിലേ ഈസ് ദ സോൾ ഓഫ് എഫിഷ്യൻസി എന്നാണ് പറയുന്നത്. പല എവിഡൻസുകളും നമുക്ക് നശിപ്പിക്കപ്പെടാം. പണ്ട് സെക്രട്ടേറിയറ്റില് ഈ സ്വപ്ന വന്നതിന്റെയൊക്കെ ഫാൻ കത്തി വീണ് എന്ന് പറഞ്ഞില്ലേ, ശബരിമലയില് ആഴിയൊക്കെ ഉണ്ട്, തീ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലെല്ലാം പോയി. പിന്നെ എവിടുന്ന കോസിംഗ് ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ്? പിന്നെ CBI അല്ല, നമ്മളെ പിന്നെ FBI പിന്നെ മൊസാദിനെ ആരെ ഏൽപ്പിച്ചാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാര്യം ചാരമായി പോയി. ആദ്യം തന്നെ അവർക്ക് കൊടുക്കുക, ഇത് കടത്തിപ്പോയിട്ടുണ്ടോ, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ഇത് പ്രിവെന്റ് ചെയ്യേണ്ടത് ഈ നമ്മുടെ നാടിന്റെ അന്തസ്സിന്റെ ഒരു ഭാഗമായിട്ട് എല്ലാവരും ഇത് കാണണമെന്നാണ് എന്റെ ഒരു ശരി. നന്ദി ശ്രീ സക്കറിയ ജോർജ്, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ വസന്ത് തെങ്കുപള്ളി, അപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഈ ചർച്ചയുടെ ഭാഗമായതിന്. പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം അത് PD പോളുമായി ബന്ധപ്പെട്ട്, അത് ഈ 2019 ബോർഡ് മാത്രമാണോ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദികൾ എന്നാണ്. അല്ല എന്ന് 63% ആളുകൾ അഭിപ്രായപ്പെട്ടു. 35% ആളുകൾ മാത്രമാണ് എന്ന് PD പോളിൽ പങ്കെടുത്ത് അഭിപ്രായം രേഖപ്പെടുത്തിയത്. പൂർണ്ണമാകുന്നു. നമസ്കാരം.